അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ മോഡ്യൂൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗ്രോണമിയിലെ ഫണ്ടമെന്റൽസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് പുതിയ സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പോ നേരത്തെ സിലബസുമായിട്ട് വളരെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും റീഅറേഞ്ച് ചെയ്തിട്ടും ഒക്കെയാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ അഗ്രോണമി എന്നൊരു പേര് പോലും ഇല്ല. ഫണ്ടമെന്റൽസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്നാണ് മോഡ്യൂൾ 1ന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പേര് തന്നെ. അപ്പൊ ആ ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്തെന്നാണ് മാം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ കവർ ചെയ്യാത്ത പോർഷൻ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോ ഫണ്ടമെന്റൽസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? അഗ്രോണമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്, അതായത് ക്രോപ്സിന്റെ നമ്മൾ എന്തിനാണ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? അതിന്റെ എക്കണോമിക് ഈൽഡ് അല്ലെ. ഇപ്പൊ റൈസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്തിനാണ്? അതിന്റെ ഗ്രെയിൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോ അതാണ് അതിന്റെ അഗ്രോണമിക് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് ആണോ ആ ക്രോപ്പിന്റെ യൂസ്, അല്ലെങ്കിൽ ഏത് പാർട്ടാണോ നമ്മൾ ആ ക്രോപ്പിന്റെ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്രോപ്സിനെ. അതിനാണ് നമ്മൾ അഗ്രോണമിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഗ്രോണമി മാത്രമല്ല, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഉണ്ട് അല്ലെ. അഗ്രോണമിക്കൽ ക്രോപ്സ് മാത്രമല്ല, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഉണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു അഗ്രോണമിയിൽ പഠിക്കുന്നത് അഗ്രോണമിക് ക്രോപ്സ്, അതായത് സീരിയൽസ്, പൾസസ്, ലെഗ്യൂംസ് അങ്ങനെയുള്ള ക്രോപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ അഗ്രോണമിയിൽ പഠിക്കുന്നത്. ഹോർട്ടിക്കൾച്ചറിൽ നിങ്ങൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ് ഒക്കെ അവിടെ നിങ്ങൾ കൾട്ടിവേഷൻ പ്രാക്ടീസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ അത് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ക്രോപ്പ് ഈൽഡ് കോൺട്രിബ്യൂട്ടിങ് ക്യാരക്ടേഴ്സ്, അതായത് ഒരു ക്രോപ്പിന്റെ ഈൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ റൈസിന്റെ കേസ് തന്നെ എടുക്കാം. ക്രോപ്പ് ഈൽഡ് എന്തിനെ ആശ്രയിച്ചിട്ടിരിക്കുന്നു? പാനിക്കിളാണല്ലേ. റൈസിന് ഉണ്ടാവുന്നത് പാനിക്കിളാണ്. അപ്പൊ പാനിക്കിളിലാണ് എന്ത് സ്പൈക്ലെറ്റ്സും ഗ്രെയിൻസും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഗ്രെയിൻസിൽ നിന്നല്ലേ നമ്മൾ ഫുഡ് എടുക്കുന്നത്. അപ്പൊ ഈ ഗ്രെയിൻസിന്റെ എണ്ണം അല്ലെങ്കിൽ സ്പൈക്ലെറ്റ്സിന്റെ ഫോർമേഷൻ അല്ലെ, ഈ ഒരു ഫാക്ടറാണ് എന്ത് ക്രോപ്പ് ഈൽഡ് ഓഫ് റൈസിനെ ബാധിക്കുന്ന കാര്യം. അപ്പൊ അത് വെച്ച് അങ്ങനെ റൈസിനെ പോലെ തന്നെ വീറ്റിനും മെയ്സിനും ബജ്റയ്ക്കും എല്ലാം ക്രോപ്പ് ഈൽഡിങ് കോൺട്രിബ്യൂട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ബയോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഈൽഡ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഹാർവസ്റ്റ് ഇൻഡെക്സ് എന്താണെന്ന്, പിന്നെ എന്താണ് ടില്ലേജിനെ പറ്റിയിട്ട്. ടില്ലേജ്, ടൈപ്സ് ഓഫ് ടില്ലേജ് വരെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ടില്ലേജ് ഒക്കെ നിങ്ങൾ എഞ്ചിനീയറിംഗിൽ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് ഫീൽഡ് ക്രോപ്സ്, സ്പേസിംഗ് ആൻഡ് പ്ലാന്റിംഗ് ജോമെട്രി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് അഗ്രികൾച്ചറിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എങ്ങനെയാണ് അഗ്രികൾച്ചർ എന്നൊരു വേർഡ് വന്നത്? ലാറ്റിൻ വേർഡ് എന്നാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൾച്ചർ എന്ന ആ ഒരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം എന്താണ്? ലാറ്റിൻ വേർഡ് ആണ്. ഹോർട്ടിക്കൾച്ചർ ഏതാണ്? അതും കൾച്ചർ ആണ്. അപ്പൊ ലാറ്റിൻ കൾച്ചർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ലാറ്റിൻ ആണ് ആ വേർഡ്. അഗർ, ഫീൽഡ് ആൻഡ് കൾച്ചർ, ഗ്രോയിങ്, ഫീൽഡ് കൾട്ടിവേഷൻ എന്നാണ് അഗ്രികൾച്ചറിന്റെ മീനിങ്. അപ്പൊ അഗ്രികൾച്ചറിന് GDP കോൺട്രിബ്യൂഷൻ എത്രയാണ്? ലാസ്റ്റ് വന്നത് 23 വന്നത് 18.3 ആണ് അഗ്രികൾച്ചറിന്റെ GDP കോൺട്രിബ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു അഗ്രോണമി. അഗ്രോണമി എന്നുള്ള വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. അത് നോമി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? എന്ത് കേട്ടാലും നിങ്ങൾ ഓർത്തോണം, അത് ഗ്രീക്ക് വേർഡ് എന്നാണ് വന്നിട്ടുള്ളത്. അഗ്രോണമി സെയിം തന്നെയാണ്. ഫീൽഡ് കൾട്ടിവേഷൻ, ഫീൽഡ് മാനേജ്മെന്റ് എന്നാണ്. അഗ്രോസ് ഫീൽഡ്, നോമോസ് എന്താണ്? മാനേജ്മെന്റ്, ഫീൽഡ് മാനേജ്മെന്റ്. അപ്പൊ അഗ്രോണമി എന്ന് പറയുന്നത് എന്താണ്? മണ്ണ്, വെള്ളം, ചെടി ഇതിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? അഗ്രോണമി എന്ന് പറയുന്നത്. അപ്പൊ ഫാദർ ഓഫ് അഗ്രോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീട്രോ ഡി ക്രസൻസി ആണ് ഫാദർ ഓഫ് അഗ്രോണമി. അപ്പൊ ഫാദർ ഓഫ്
അഗ്രോണമിയാണ്. ഇന്ത്യൻ അഗ്രോണമി എന്ന് എടുത്തു ചോദിച്ചാൽ നമ്മൾ ആരെ പറയണം? MS സ്വാമിനാഥൻ. അപ്പൊ ഫാദർ ഓഫ് അഗ്രോണമി പീട്രോ ഡി ക്രസൻസി ആണ്. പീട്രോ ഡി ക്രസൻസി എഴുതിയ ഒരു ബുക്കാണ് ലിബർ റൂറേലിയം കമോറൻഡം. അപ്പം അതും റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആ വേർഡ്. പിന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രോണമി എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ ആണ്. MS സ്വാമിനാഥൻ എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ കൂടിയാണ്. അപ്പൊ അത് രണ്ടും എന്താണ്? MS സ്വാമിനാഥൻ ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രോണമി ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ, അതുകൂടെ ഓർത്തിരിക്കുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് ക്രോപ്പ്? ക്രോപ്പ് എന്താണ്? പ്ലാന്റ് കൾട്ടിവേറ്റഡ് ഫോർ എക്കണോമിക് പർപ്പസ് അല്ലെ. എക്കണോമിക് എന്താണ്? നമ്മുടെ ആവശ്യാനുസരണം അതിന്റെ ഏത് ഭാഗമാണോ എടുക്കുന്നത് അതാണ് അതിന്റെ എക്കണോമിക് പാർട്ട്. അപ്പോ റൈസിന്റെ എക്കണോമിക് പാർട്ട് ഗ്രെയിൻ അല്ലെ, മെയ്സിന് അതുപോലെ എന്താണ്? കോൺ. അതേപോലെ ഓരോ എക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാന്റിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ക്രോപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ, കമ്മിങ് ടു അഗ്രോണമിക് ക്ലാസിഫിക്കേഷൻ. അഗ്രോണമിക് ക്രോപ്സ് ഏതൊക്കെയാണ്? ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, സ്റ്റേപ്പിൾ ക്രോപ്സ്, ഓക്കെ, സീരിയൽ ഓർ ഗ്രെയിൻ ക്രോപ്സ്, ലെഗ്യൂം, സീഡ് ക്രോപ്സ്, കൗപ്പി, അതൊക്കെ. റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സ് എന്തൊക്കെയാണ്? സ്വീറ്റ് പൊട്ടറ്റോ, ടപ്പിയോക്ക, കസാവ, അതൊക്കെ. പിന്നെ ഓയിൽ സീഡ്, സെസാം, സൺഫ്ലവർ അല്ലെ. ഷുഗർ ആൻഡ് സ്വീറ്റ്നർ, ഇതൊക്കെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ബീവറേജ് ക്രോപ്സ്, റബ്ബർ ക്രോപ്സ്, ലാറ്റക്സ് ആൻഡ് ഗം ക്രോപ്സ് ആൻഡ് ഡൈ ആൻഡ് ടാനിൻ ക്രോപ്സ്. പിന്നെന്താണ്? ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഏതൊക്കെയാണ്? വെജിറ്റബിൾ ക്രോപ്സ്, ഫ്രൂട്ട് ക്രോപ്സ്, സ്പൈസ് ക്രോപ്സ്, അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിൽ ഈൽഡിങ് ക്രോപ്സ്. ഓക്കെ, പിന്നെ ഓർണമെന്റൽ ക്രോപ്സ്, ബയോസൈഡൽ ക്രോപ്സ്, അതായത് ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ക്രോപ്സ്, ബയോസൈഡൽ. ഇൻഡസ്ട്രിയൽ ക്രോപ്സ്, ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടും ഡിമാൻഡ് ഉള്ള ക്രോപ്സുകൾ. പിന്നെ പ്ലാന്റേഷൻ, ഇതൊക്കെയാണ് കോക്കനട്ട്, അരക്കനട്ട്, റബ്ബർ, പ്ലാന്റേഷൻസ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? അഗ്രോണമിക്കൽ ആൻഡ് ഹോർട്ടിക്കൾച്ചർ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? അഗ്രോണമിക് ക്രോപ്സ് ആണ്. നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ ഫുഡ് തൊട്ടിട്ട് ഈ പറഞ്ഞ അല്ലെ 12 ഈ ഒരു ഇതാണ് നമ്മൾ അഗ്രോണമിയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് തന്നെ ഫുഡ് ക്രോപ്സ്. എന്താണ് ഫുഡ് ക്രോപ്സ്? ക്രോപ്സ് കൾട്ടിവേറ്റഡ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ ടു ഫുഡ് പ്രോഡക്ട്സ്. ഫുഡ് പ്രോഡക്ട്സ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പാർട്ട് ആ ഒരു ക്രോപ്പിനുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താന്ന് വിളിക്കും? ഫുഡ് ക്രോപ്സ് എന്ന് വിളിക്കും. അത് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ കിട്ടും. ഫുഡ് ക്രോപ്സ് എന്തൊക്കെയാണ് അല്ലെ. നമ്മൾ ഏതെങ്കിലും ആ പാർട്ട്, ആ പ്ലാന്റ് പാർട്ട് നമ്മൾ ഫുഡിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം തന്നെ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നു. നോൺ ഫുഡ് ക്രോപ്സ് എന്താണ്? ആ ഒരു പ്ലാന്റിലെ ഒരു പാർട്ടും നമ്മൾ ഫുഡിന് കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണ്? ഫൈബർ, ഫോഡർ, ടൊബാക്കോ, ഈ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഫുഡ് ക്രോപ്സിൽ പെടുന്നവയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്റ്റേപ്പിൾ ക്രോപ്സ്. സ്റ്റേപ്പിൾ ഫുഡ് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആണ് അല്ലെ. എന്താണ്? ഏറ്റവും ഡെയിലി നമ്മൾ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാ ഫാമിലിയിലും ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ് റൈസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റേപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു കൺട്രിയുടെ ഒരു ക്രോപ്പിനെയാണ് നമ്മൾ സ്റ്റേപ്പിൾ ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോ അത് ട്രഡീഷണൽ ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രോപ്പ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? റൈസ്, വീറ്റ്, മില്ലറ്റ്സ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റിച്ച് ഇൻ എനർജി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സീരിയൽ ഓർ ഗ്രെയിൻ ക്രോപ്സ്. അത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ റൈസ് ഒക്കെ തന്നെയാണ്. സീരിയൽ ഓർ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഗ്രെയിൻസ് ആയിരിക്കും അതിന്റെ എക്കണോമിക് പാർട്ട് എന്ന് പറയുന്നത്. കോൺ, മില്ലറ്റ്സ്, റൈസ്, സോർഗം, വീറ്റ്, ഇതൊക്കെയാണ് എന്താണ്? ഗ്രെയിൻ ഈൽഡിങ് ക്രോപ്സ്. അതിനെയാണ് നമ്മൾ സീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ലെഗ്യൂംസ് ഓർ പൾസസ് അല്ലെ. അതെന്തൊക്കെയാണ്? കൗപ്പി, പീനട്ട്, പീസ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിന്റെ സീഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. മാത്രമല്ല ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ക്രോപ്സിന്റെ പ്രത്യേകതയാണ് ഇതെല്ലാം നൈട്രജൻ ഫിക്സിംഗ് ആയിരിക്കും. അതായത് സോയിലിലേക്ക് സിംബയോട്ടിക് ആയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ക്രോപ്സിനുണ്ട്. ഇതിനുള്ള ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കഴിവുള്ളത്. എന്താണ് ആ കോമ്പൗണ്ട്? ലെഗ് ഹീമോഗ്ലോബിൻ എന്നാണ് ആ ഒരു കമ്പോണന്റിന് പറയുന്നത്. ഓക്കെ, അതുള്ളത് കൊണ്ടാണ് ഇതിന്
നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള കഴിവുള്ളത്. അപ്പോൾ ലെഗ്യൂംസ് ഓർ പൾസസ് പ്രോട്ടീൻ റിച്ച് ആണ്, നൈട്രജൻ ഫിക്സിംഗ് ആണ്. നെക്സ്റ്റ് എന്താണ്? റൂട്ട് ആൻഡ് ട്യൂബർ. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? നമ്മൾ പറഞ്ഞു ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, ഓക്കെ, യാംസ്, പൊട്ടറ്റോ. ഇതൊക്കെ സ്വീറ്റ് പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് അറിയാവോ? ജസ്റ്റ് നമ്മൾ കോമൺ അല്ലാത്തത് വരുമ്പോ ഒന്ന് പറഞ്ഞ എന്താണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം? ആർക്കെങ്കിലും അറിയാവോ? ഐപ്പോമിയ ബെറ്റാറ്റാസ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക. ഓരോ സ്ലൈഡ് കാണുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി പറയുന്ന അന്നേരം അങ്ങ് പറഞ്ഞു പോകാം. ഐപ്പോമിയ ബെറ്റാറ്റാസ് എന്നാണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം. അപ്പം എന്താണ് ട്യൂബർ ആൻഡ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രൂട്ട്സിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് ആ പാർട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. ടപ്പിയോക്ക അല്ലെ, മണ്ണിന്റെ അടിയിലെ വേരാണ് എന്തായിട്ട് നമ്മൾ കപ്പ, ചീനി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താണ് റൂട്ട് ആൻഡ് ട്യൂബർ. ട്യൂബർ എന്താണ്? സ്വീറ്റ് പൊട്ടറ്റോയിലൊക്കെ എന്താണ് ട്യൂബേഴ്സ് ആണല്ലേ. സ്റ്റെം പാർട്ട് മോഡിഫൈ ചെയ്തിട്ട് സോയിലിന്റെ അടിയിലായിരിക്കും സ്റ്റെം പാർട്ട് ഉണ്ടാവുക. അത് മോഡിഫൈ ചെയ്തിട്ട് ഫുഡ് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് മാറും പൊട്ടറ്റോയിലൊക്കെ. അതിനെയാണ് ട്യൂബർ ക്രോപ്സ് എന്ന് പറയുന്നത്. റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സ്, ചീനി, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ. ഓക്കെ, ഇത് ഹൈലി റിച്ച് ഇൻ സ്റ്റാർച്ച് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓയിൽ സീഡ് ക്രോപ്സ്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. എന്തൊക്കെയാണ്? ഓയിൽ yielding. ഇതിന്റെ സീഡ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിന്ന് ഓയിൽ കിട്ടും, സൺഫ്ലവർ. പിന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്നതാണ് സെസാം, എള്ളെണ്ണ. നമ്മൾ അച്ചാറിലൊക്കെ നല്ലെണ്ണ ഉപയോഗിച്ചാൽ ടേസ്റ്റ് കൂടുതലാണെന്ന് പറയില്ലേ, അതെന്താണ്? സെസാം ആണ്, എള്ള്. അപ്പൊ എള്ളെണ്ണ ഇതൊക്കെ ഓയിൽ സീഡ്സിൽ വരുന്നതാണ്, സെസാം, സൺഫ്ലവർ ഒക്കെ. പിന്നെന്താണ്? ഷുഗർ ആൻഡ് സ്വീറ്റ്നർ ക്രോപ്സ്. അതേതാണ്? ഷുഗർ ബീറ്റ്, ഷുഗർ കെയിൻ. ഇതിന്റെയൊക്കെ പ്ലാൻ പാർട്സിന് സ്വീറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഷുഗർ നമുക്ക് ഡെറിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പ്രോസസ്സിങ് വഴി. അപ്പൊ അതിനാണ് ഷുഗർ ആൻഡ് സ്വീറ്റ്നർ ക്രോപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബീവറേജ് ക്രോപ്സ്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ പല മെറ്റീരിയലിന്റെ അത്രയും ബീവറേജ്, നാർക്കോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കൺഫ്യൂഷൻ അടിക്കരുത്. ബീവറേജ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രോപ്സിന്റെ പ്രത്യേകത ഇത് വേരിയസ് ഡ്രിങ്ക്സിന്റെ അകത്തിൽ, അതായത് പാനീയങ്ങളുടെ അകത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും ഈ ഒരു ക്രോപ്സ് നമുക്ക് തരുന്നത്. എന്തൊക്കെയാണ്? കാപ്പി, ചായ, ഇതൊക്കെയാണ് ബിവറേജ് ക്രോപ്സ്. ചിലതിന് അതിൽ ബിവറേജ് ക്രോപ്സിൽ അരക്കനട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അരക്കനട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റുന്നത് നാർക്കോട്ടിക്സ് വിഭാഗത്തിലാണ്. അത് വരുന്നുണ്ട്, അത് പറയാം. പിന്നെന്താണ്? റബ്ബർ ക്രോപ്സ്, പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ്. റബ്ബർ അത് തന്നെയുണ്ട്, റബ്ബർ അല്ലെ. കോട്ടയത്ത് വൈഡ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ്, പ്ലാന്റേഷൻ ക്രോപ്പാണ് റബ്ബർ. അപ്പം ലാറ്റക്സ് പ്രൊഡക്ഷൻ ആണ് റബ്ബറിന്റെ ഫംഗ്ഷൻ. പിന്നെന്താണ്? ഡൈ ആൻഡ് ടാനിൻ ക്രോപ്സ്, കളറുകൾ അല്ലെ, ചായം, ഇൻഡിഗോ, അക്കേഷ്യ ബ്രൗൺ പൗഡർ, ഹെന്ന. ഇതൊക്കെയാണ്. അക്കേഷ്യ ഒരു മരമാണ് അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ആ ബാർക്കിന്നും വേരിന്നും ഒക്കെ ബ്രൗൺ കളർ കിട്ടും. ആ ബ്രൗൺ പൗഡർ നമുക്ക് എന്താ പ്രോസസ്സിംഗ് വഴി ഡെറിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെന്താണ്? ഫൈബർ ക്രോപ്സ് എന്ന് പറയുമ്പോഴാണ് ജൂട്ട് അല്ലെ. പിന്നെന്താ? ഹസ്ക് ഓഫ് കോക്കനട്ട്, ഫൈബർ ഈൽഡിങ് ആയിട്ടുള്ള പാർട്ടുള്ള ക്രോപ്സിനെ നമ്മൾ എന്താന്ന് പറയുന്നു? ഫൈബർ ക്രോപ്സ് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെന്താണ് വരുന്നത്? പാസ്റ്റുർ ആൻഡ് ഫോറേജ് ക്രോപ്സും സിലേജ് ക്രോപ്സും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. പാസ്റ്റുർ ആൻഡ് ഫോറേജ് എന്താണ്? ആനിമൽസിന് വേണ്ടിയിട്ട് ഗ്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രോപ്സ്. എക്സാമ്പിൾ ഫോഡർ ഗ്രാസ്, CO3 എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതിനെയാണ് ഫോറേജ് ക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സിലേജ് ക്രോപ്സ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ആനിമൽസിന് ഫെഡ് ചെയ്യാൻ തന്നെയാണ്, പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് ഫെർമെന്റ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്തതിന് ശേഷമാണ് ആനിമൽസ് അത് കൺസ്യൂം ചെയ്യുന്നത്. എക്സാമ്പിൾ ഹൈബ്രിഡ് നേപ്പിയർ,
ഓക്കെ, നേപ്പിയർ ഗ്രാസ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ബയോഫ്യൂവൽ ക്രോപ്സ്. അപ്പം ഈ ഒരു ക്രോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എന്താണ്, ബയോ ഡീസൽ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഏതാണ്? കാസ്റ്റർ ബീൻ ആൻഡ് ജെട്രോഫ. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഈൽഡിങ്, എന്താ ബയോഡീസൽ ഈൽഡിങ് ക്രോപ്പ്. ബയോ പെട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ, അത് തെറ്റാണ്. ബയോ ഡീസൽ ഓർ ബയോ ഫ്യൂവൽ ഏതാണ്? ജെട്രോഫ ഓർ കാസ്റ്റർ ബീൻ. കാസ്റ്റർ ബീനും ബയോഫ്യൂവൽ ക്രോപ്സിൽ പെടുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നാർക്കോട്ടിക് ക്രോപ്സ്. അപ്പൊ ഇവിടെയാണ് എന്ത്, നമ്മുടെ അരക്കനട്ട് ഒക്കെ വരുന്നത്. ടൊബാക്കോ, ഒപ്പിയം, അരക്കനട്ട്, പിന്നെന്താണ് അതർ നാർക്കോട്ടിക് ആൻഡ് ഡ്രഗ് ക്രോപ്സ് ഒക്കെ ഏതിൽ വരും? നാർക്കോട്ടിക് ക്രോപ്സിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ വിഭാഗം, അഗ്രോണമിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു. ബാക്കിയുള്ള ഗാർഡൻ ക്രോപ്സ് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഒക്കെ നിങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രോപ്സിന്റെ ഒക്കെ തന്നെ ക്രോപ്പ് ഈൽഡ് കോൺട്രിബ്യൂട്ടിംഗ് ക്യാരക്ടേഴ്സ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം ഫസ്റ്റ് വീറ്റിന്റെ കേസിൽ എന്താണ്? ടില്ലേഴ്സ് അല്ലെ, ടില്ലേഴ്സ് വന്നിട്ട് പാനിക്കിൾ വരും, അവിടെ ഗ്രെയിൻ ഉണ്ടാവുന്നു. അങ്ങനെയാണ് വീറ്റിന്റെ ഒരു ബോട്ടണി എന്ന് പറയുന്നത്. അപ്പോൾ വീറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് ഈൽഡിങ്, അത് നമ്മൾ നോക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ മീറ്റർ സ്ക്വയർ. ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ഒരു മീറ്റർ സ്ക്വയറിനകത്ത് എത്ര പ്ലാന്റ്സ് ഉണ്ട്, അതൊരു ഫാക്ടറാണ്. അത് നമ്മൾ ഈ പറയുന്ന എല്ലാ ക്രോപ്സിലും നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഏരിയ എന്ന് പറയുന്നത് ഒരു ഈൽഡ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ തന്നെയാണ്. പിന്നെ വരുന്നത് നമ്പർ ഓഫ് പ്രൊഡക്റ്റീവ് ടില്ലേഴ്സ് പെർ പ്ലാന്റ്. അപ്പോൾ ടില്ലേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും, അതിൽ എത്ര എണ്ണം പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ സ്പൈക്ലെറ്റ്സ് ഉണ്ടാവണം. അതായത് ഗ്രെയിൻ ബിയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള ടില്ലേഴ്സ് മാത്രമാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ടില്ലേഴ്സിന്റെ അകത്ത് പെടുത്തുക. കുറെ ടില്ലേഴ്സ് ഉണ്ട്, പക്ഷെ ഒന്നിലും ഗ്രെയിൻ ഇല്ല. അത് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പ്രൊഡക്റ്റീവ് ടില്ലേഴ്സ് എന്ന് എടുത്തു പറയുന്നത് പ്രൊഡക്ഷൻ തരുന്ന ടില്ലേഴ്സ് എത്ര എണ്ണമുണ്ട് ഒരു പ്ലാന്റില്, അത് ഒന്ന്. പിന്നെ എന്താണ്? നമ്പർ ഓഫ് ഗ്രെയിൻസ് പെർ ഇയർ ഹെഡ്. ആ ഒരു ടോട്ടൽ, ആ ഒരു സ്പൈക്ലെറ്റ്സിന്റെ അകത്തില് അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിന്റെ അകത്തിൽ എത്ര ഗ്രെയിൻസ് ഉണ്ട്, ടോട്ടൽ ഗ്രെയിൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ പെർസെന്റേജ് ഓഫ് ഫെർട്ടൈൽ ഗ്രെയിൻസ്. ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമാണ് എന്ത്, അത് ഫ്രൂട്ട് ഉണ്ടാവുക അല്ലെ, അല്ലാതെ ഗ്രെയിൻ മാത്രമായിട്ട് നമുക്ക് അത് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഫെർട്ടിലൈസേഷൻ നടന്ന ഫെർട്ടൈൽ ഗ്രെയിൻസ് ആയാൽ മാത്രമേ അത് എക്കണോമിക് ഈൽഡിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ പെർസെന്റേജ് ഓഫ് ഫെർട്ടൈൽ ഗ്രെയിൻസ് എത്രയാണ്? പിന്നെ ടെസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പം നെല്ലാണെങ്കിലും ഗോതമ്പാണെങ്കിലും നമ്മൾ എന്താണ്, ഒരു 1000 അരികൾ കയ്യിലെടുത്തിട്ട് അതിന്റെ വെയിറ്റ് നോക്കുക നമ്മൾ. ഓക്കെ, വെയ് ചെയ്തിട്ട് 1000 അരികൾ എത്ര, അത്രയും ഒരു റൈസിന്റെ ആണ് നമ്മളിപ്പോ നോക്കുന്നതെന്ന് വെച്ചോ. 1000 അരികൾ എടുത്തിട്ട് വെയിറ്റ് നോക്കുന്ന ആ ഒരു വെയിറ്റിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്, ടെസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. റൈസിന്റെ കേസിൽ അത് 24 ഗ്രാം ആണ് ജനറൽ ആയിട്ട് അതിന്റെ ആ വാല്യൂ പറയുന്നത്. 24 ഗ്രാം ആണ് റൈസിന്റെ ടെസ്റ്റ് വെയിറ്റ്. അതേപോലെ വീറ്റിനുമുണ്ട് ടെസ്റ്റ് വെയിറ്റ്. അപ്പം ഇതൊരു ക്രോപ്പ് ഈൽഡ് കോൺട്രിബ്യൂട്ടിംഗ് ക്യാരക്ടർ ആണ് ടെസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്രോപ്പ് എന്താണ്? ബാർലിയുടെ എന്താണ്? നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് ഇയർ ഹെഡ്സ് പെർ പ്ലാന്റ് ഉണ്ട്. നമ്പർ ഓഫ് സീഡ്സ് അല്ലെ, സീഡ്സ് പെർ ഇയർ ഹെഡ്, എത്ര സീഡ്സ് ഉണ്ടാവുന്നുണ്ട് ഒരു ഇയർ ഹെഡില്. പിന്നെ എന്താണ്? ടെസ്റ്റ് വെയിറ്റ് ബാർലിയുടെ കേസിലും ഉണ്ട്. ചിക്പിയുടെ കേസിലും നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ, അതെന്താണ്? പൾസസ് പൾസസിൽ പെടുന്നതായതുകൊണ്ട് തന്നെ പോഡാണ് പൾസസിന്റെ അല്ലെ എക്കണോമിക് ഈൽഡ് വരുന്നതാണ് പോഡ്സിലാണ് എന്ത്, സീഡ്സ് ഉള്ളത്. അപ്പോ നമ്പർ ഓഫ് പോഡ്സ് എത്ര ഉണ്ടെന്ന് നോക്കണ്ടേ, ഓരോ പോഡ്സിലും എത്ര സീഡ്സ് ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പൊ അത് രണ്ടും ചിക്പിയിൽ വരുന്നുണ്ട്. പിന്നെ ടെസ്റ്റ് വെയിറ്റ് ചിക്പിയുടെ കാര്യത്തിലും വരുന്നുണ്ട്. നെക്സ്റ്റ് പൾസസിന്റെ കാര്യത്തിൽ ജനറൽ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ യൂണിറ്റ് ഏരിയ, നമ്പർ ഓഫ് ബ്രാഞ്ച് പെർ പ്ലാന്റ്. എന്തുകൊണ്ടാണ് ബ്രാഞ്ചിനെ പറയുന്നത്? എത്ര ബ്രാഞ്ച് ഉണ്ടോ ആ ബ്രാഞ്ചിൽ എല്ലാം തന്നെയും പോഡ്സ് വരും അല്ലെ. അപ്പോ നമ്പർ ഓഫ് ബ്രാഞ്ച് കൂടുന്നതനുസരിച്ച് പോഡ്സിന്റെ എണ്ണം കൂടും. അതുകൊണ്ടാണ് ബ്രാഞ്ച് നോക്കുന്നത്. പോഡ്സ് പെർ ബ്രാഞ്ച് എത്രയുണ്ട്, ഗ്രെയിൻ പെർ പോഡ് എത്രയുണ്ട്. അപ്പം പോഡ്സിന്റെ അകത്തിലാണ് സീഡ്സ് ഉള്ളത്, അപ്പൊ അതെത്രയുണ്ട്, ടെസ്റ്റ് വെയിറ്റ് എത്രയുണ്ട്. അതൊക്കെയാണ് പൾസിന്റെ ക്രോപ്പ് ഈൽഡ് കോൺട്രിബ്യൂട്ടിംഗ് ക്യാരക്ടർ. നെക്സ്റ്റ്
എന്താണ് പാനിക്കിൾസ് എത്രയുണ്ട്, നമ്പർ ഓഫ് പാനിക്കിൾസ് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു കേസിലെ ടില്ലേഴ്സ് അല്ല നമ്മൾ നോക്കുന്നത്. ടില്ലേഴ്സ് നോക്കിയിട്ട് കാര്യമില്ല വീട്ടിലെ പോലെ, ടില്ലേഴ്സിൽ തന്നെ പാനിക്കിൾസ് വേണം. പാനിക്കിൾസ് ഇല്ലാത്ത ടില്ലർ നോക്കിയിട്ട് എന്താ കാര്യം? അപ്പൊ നമ്പർ ഓഫ് പാനിക്കിൾസ് പെർ മീറ്റർ സ്ക്വയർ. പാനിക്കിൾ ലെങ്ത്, ലെങ്ത് കൂടുന്ന അനുസരിച്ച് ഗ്രെയിൻസ് അല്ലെ, ഗ്രെയിൻസ് അത്രയും കൂടെ സ്പേസിൽ ഗ്രെയിൻസ് വരാനുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് പാനിക്കിൾ ലെങ്ത് നോക്കുന്നത്. പിന്നെ എന്താണ് നമ്പർ ഓഫ് ടോട്ടൽ ഗ്രെയിൻസ് പെർ പാനിക്കിൾ. പിന്നെ ആ ഗ്രെയിൻസിൽ എത്ര എണ്ണം ഗ്രെയിൻ ഫില്ലിങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ പെസ്റ്റും ഡിസീസും ഇൻസിഡൻസ് കാരണം ചിലപ്പോൾ ഗ്രെയിൻ ഫില്ലിങ്, ചാഫി ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത ഗ്രെയിൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കും. പിന്നെ എന്താണ് ടെസ്റ്റ് വെയിറ്റ്, 100 സീഡ്സിന്റെ വെയിറ്റ് എത്രയാണ് ഇൻ ഗ്രാംസ്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് വരുന്നതാണ് ബയോളജിക്കൽ ഈൽഡ് ആൻഡ് എക്കണോമിക്കൽ ഈൽഡ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ബയോളജിക്കൽ ഈൽഡ് ഒരു പ്ലാന്റിന്റെ, അതായത് ബയോമാസ് തരുന്ന എല്ലാ പാർട്സിനെയും നമ്മൾ എന്തെന്ന് പറയും? ബയോളജിക്കൽ ഈൽഡ് എന്ന് പറയും. ബയോമാസ് എന്താണ്? അതായത് നമ്മളൊരു പ്ലാന്റിനെ ഉണക്കി കരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ കരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവൻ നമുക്ക് ബയോളജിക്കൽ ഈൽഡ്, അത്രയും പാർട്ടിനെ നമുക്ക് ബയോളജിക്കൽ ഈൽഡ് എന്ന് പറയാൻ പറ്റും. ബയോമാസ് തരുന്ന എല്ലാ പ്ലാന്റ് പാർട്സിനെ നമുക്ക് ബയോളജിക്കൽ ഈൽഡ് തരുന്ന പാർട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. പക്ഷെ എക്കണോമിക്കൽ ഈൽഡ് അത് പറയാൻ പറ്റുമോ? ഇല്ല. എക്കണോമിക്കൽ ഈൽഡ് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് അതിൽ നിന്ന് കിട്ടണം. അപ്പം റൈസിന്റെ കേസിൽ ഗ്രെയിൻസ് കിട്ടണം അല്ലെ, മെയ്സിന്റെ കേസിൽ കോൺസ് കിട്ടണം. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. ഫോഡർ ഗ്രാസ് നമ്മൾ നടുന്നത് എന്താണ്? അതിന്റെ ലീവ്സ് അല്ലെ, അത് ആനിമൽ ഗ്രേസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ വേറെ പാർട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എക്കണോമിക് ഈൽഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആ ഒരു ഈൽഡ്. അപ്പോ ഈ ഒരു പ്രപ്പോർഷൻ വെച്ചിട്ട് ഉള്ള ഒരു അതായത് ഇതിന്റെ ഒരു ഫോർമുലയാണ് എന്ത്? ഹാർവസ്റ്റ് ഇൻഡെക്സ്. ഹാർവസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക്കൽ ഈൽഡ് ആൻഡ് ബയോളജിക്കൽ ഈൽഡിന്റെ റേഷ്യോ, അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് എക്കണോമിക്കൽ ഈൽഡ് പെർ ബയോളജിക്കൽ ഈൽഡ്. ഹാർവസ്റ്റ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു എക്കണോമിക്കൽ ഈൽഡ് ഇൻ കിലോഗ്രാം പെർ ഹെക്ടർ. ഒരു ഹെക്ടറിൽ എത്ര കിലോഗ്രാം എക്കണോമിക് ഈൽഡ് ഉണ്ട്, അതേ ഡിവൈഡഡ് ബൈ ഒരു ഹെക്ടറിൽ എത്ര ടോട്ടൽ ബയോളജിക്കൽ അല്ലെ ബയോമാസ് ഈൽഡ് എത്രയുണ്ട് ഇൻറ്റു 100. ആ ഒരു പ്രപ്പോർഷൻ ഓഫ് ഈൽഡ് ഓഫ് ബയോളജിക്കൽ ആൻഡ് എക്കണോമിക് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് കോൾഡ് ഹാർവസ്റ്റ് ഇൻഡെക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ ഹാർവസ്റ്റ് ഇൻഡെക്സ് ഓഫ് ജനറൽ ആയിട്ട് റൈസിൻ്റെത് വരുന്നത് 0.5 എന്നാണ്. അപ്പൊ 0.3 to ഒരു 0.57 ആണ് അതിന്റെ റേഞ്ച്. പക്ഷെ 0.5 എന്നാണ് നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ 0.5 എന്നാണ് റൈസിന്റെ എന്ത് ഹാർവസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതേപോലെ പൾസസിന്റെ 0.3 ആണ്. അപ്പോ ഇത് രണ്ടും എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ എക്സ്പെരിമെന്റലി കൾട്ടിവേറ്റ് ചെയ്ത് ബയോളജിക്കൽ ഈൽഡും എക്കണോമിക്കൽ ഈൽഡും കണ്ടുപിടിച്ച് ആവറേജ് ആയിട്ട് വെച്ചിരിക്കുന്ന വാല്യൂ ആണ്. ഹാർവസ്റ്റ് ഇൻഡെക്സ് ഓഫ് റൈസ് എന്ന് പറയുന്നത് 0.5ഉം പൾസ് എന്ന് പറയുന്നത് 0.3ഉം ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, കമ്മിങ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ് പ്രൊപ്പഗേഷൻ അല്ലെ? പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, പുതിയ ജനറേഷൻ ഉണ്ടാവുന്ന ഒരു പ്രോസസ്. അപ്പോൾ അത് വെജിറ്റേറ്റീവ് പാർട്സിൽ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കും. ദ പ്രൊപ്പഗേഷൻ ബൈ വിച്ച് എന്താണ് ദ പാർട്സ് അതർ ദാൻ റീപ്രൊഡക്റ്റീവ് പാർട്സ് അല്ലെ, അതർ ദാൻ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് ഒരു പ്ലാന്റിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ് എന്ന് വിളിക്കും. അപ്പം വെജിറ്റേറ്റീവ് പാർട്സിൽ ധാരാളം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള പുതിയ പുതിയ സെൽസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെരിസ്റ്റമാറ്റിക് സെൽസ് ഓർ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്ലാന്റ്സിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. അപ്പിക്കൽ പാർട്ട് അല്ലെ, ഗ്രോയിങ് പാർട്ട് എന്ന് പറയുന്നത് ഷൂട്ടിന്റെ അപ്പിക്കൽ മെരിസ്റ്റം ആണ്. അപ്പം ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള അപ്പിക്കൽ സെൽസിനെ നമ്മൾ എന്തെന്ന് പറയും? ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം. നേരെ താഴെ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റോ, റൂട്ടിന് താഴെ ഗ്രോത്ത് സംഭവിക്കുന്നില്ലേ?
അപ്പൊ ആ ഒരു ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള റൂട്ടിന്റെ എൻഡിലുള്ള സെൽസിനെ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നു. നോട്ട്സിലുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. നോട്ട്സിലൂടെയാണ് എന്ത് ലീവ്സ് ഫോം ചെയ്യുന്നത് അല്ലെ? ലീവ്സും ന്യൂ ബ്രാഞ്ചസും ഒക്കെ നോട്ട്സ് വഴി ഫോം ചെയ്യുന്നു. അപ്പൊ ന്യൂ ആക്റ്റീവ് ആയിട്ടുള്ള സെൽസ് അവിടെയുണ്ട്. അപ്പൊ അതിനെ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നു. ലേറ്ററൽ മെരിസ്റ്റം എന്താണ്? ബാർക്ക് പോർഷനിലുള്ള, അതായത് ബാർക്ക് ഏരിയൽ ആയിട്ടുള്ള ലാറ്ററൽ ഗ്രോത്ത് നടക്കുന്നുണ്ടല്ലേ, വണ്ണം കൂടുന്നില്ലേ ചെടിയുടെ സ്റ്റെമ്മിന്? അതെന്തുകൊണ്ടാണ്? ലേറ്ററൽ മെരിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് എന്തുണ്ട്? റീപ്രൊഡക്ഷൻ, അതായത് പുതിയ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ഒരു പാർട്സിൽ നിന്നുമൊക്കെ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ടൈപ്സ്? നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ നമ്മൾ ഈ പറയാൻ പോകുന്നത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിലല്ലാതെ ഒരു ലാബ് കണ്ടീഷനിൽ ഈ പ്ലാന്റിന്റെ ഈ പറഞ്ഞ പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ട് കൊണ്ടുവച്ചിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മീഡിയംസും കണ്ടീഷൻസും ടെമ്പറേച്ചറും എല്ലാം യൂസ് ചെയ്തിട്ട് ആ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ടിഷ്യൂ കൾച്ചർ, ടോട്ടിപ്പൊട്ടൻസി ഒക്കെ പറയത്തില്ലേ? അതൊക്കെയാണ് എന്താണ് ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്. നാച്ചുറൽ എന്താണ് നമ്മൾ ഈ പറയാൻ പോകുന്ന? ട്യൂബേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്യൂബർ ക്രോപ്സ് അല്ലെ? കസാവ, പൊട്ടറ്റോ. റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്സ് നമ്മൾ പറഞ്ഞാണ് കസാവ, സ്വീറ്റ് പൊട്ടറ്റോ. അതിൽ ട്യൂബർ വരുന്നത് ഏതാണ്? പൊട്ടറ്റോ. പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്റ്റെം ട്യൂബർ ആണ്. അതേപോലെ തന്നെ റൂട്ട് ട്യൂബർ ഏതാണ്? സ്വീറ്റ് പൊട്ടറ്റോ. അപ്പം റൂട്ട് ട്യൂബർ എന്ന് പറയുന്നത് നമ്മുടെ ആ റൂട്ട് പാർട്ട്, അതായത് പ്ലാന്റിന്റെ ആ റൂട്ട് പാർട്ട് സ്വള്ളനായിട്ട് എന്താണ്, അതൊരു സ്റ്റോറേജ് ഓർഗനും അതേപോലെ തന്നെ എന്താണ്, ഒരു റീപ്രൊഡക്റ്റീവ് പ്രൊപ്പഗേഷൻ പാർട്ട് കൂടിയാവുന്നു. സ്വീറ്റ് പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം നമ്മൾ പറഞ്ഞ എന്താണ്? ഐപ്പോമിയ ബറ്റാറ്റാസ് ആണ്. ഒന്ന് ഓർത്ത് വെക്കുക. ഒത്തിരി സ്ഥലത്ത് ഇപ്പൊ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു അല്ലെ? ഐപ്പോമിയ ബറ്റാറ്റാസ് ആണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം. നമ്മൾ എന്താ മധുരക്കിഴങ്ങെന്ന് പറയത്തില്ലേ? ഓക്കെ, അപ്പൊ അത് റൂട്ട് ട്യൂബേഴ്സ് ആണ്. സ്റ്റെം ട്യൂബേഴ്സ് ഏതാണ്? അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഏതാണ്? പൊട്ടറ്റോ. അപ്പൊ പൊട്ടറ്റോയുടെ സ്റ്റെം ട്യൂബർ ആണ് നമ്മൾ കിഴങ്ങ് എന്ന് പറഞ്ഞ്. അപ്പൊ അതില് എന്താ കുഞ്ഞു കുഞ്ഞു കണ്ണു പോലെ കാണില്ലേ? അതാണ് അതിന്റെ ബഡ്സ്. അതിൽ നിന്നാണ് ന്യൂ ലീവ്സും അതുപോലെ തന്നെ ലീവ്സ് വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ജനറേറ്റ് ആവുന്ന ആ ഒരു ബഡ്സ് എന്നാണ്. നെക്സ്റ്റ് എന്താണ്? നമ്മൾ ട്യൂബർ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? റൈസോം. റൈസോം, ജിഞ്ചർ, ടർമറിക്, ബനാനയുടെ ഒക്കെ അറിയില്ലേ? കണ്ടിട്ടില്ല നിങ്ങൾ? മണ്ണിനടിയിൽ സ്റ്റെം പോർഷൻ സോയിലിനടിയിലായിരിക്കും ഈ ഒരു ജിഞ്ചറിന്റെയും ടർമറിക്കിന്റെയും ബനാനയുടെ ഒക്കെ. അപ്പൊ ആ ഒരു റൈസോം എന്നാണ് ആ ഒരു പ്രൊപ്പഗേറ്റിംഗ് പാർട്ടിന് പറയുന്നത്. ഈ റൈസോം വെച്ചിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? റണ്ണേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ വേരിൽ നിന്ന് പുതിയ ഒരു ഷൂട്ട് പോലെ ഹൊറിസോണ്ടലി ആയിട്ട് ഒരു പുതിയ സ്ട്രക്ചർ വന്നിട്ട് നേരെ വേറൊരു പോയിന്റിൽ പോയിട്ട് പുതിയ റൂട്ട്സ് ഉണ്ടാക്കും താഴോട്ട്. റണ്ണേഴ്സ് എന്ന് പറയാം. അത് സ്ട്രോബെറി. റണ്ണേഴ്സിന്റെ വേറൊരു ഇതാണ് സ്റ്റോളൻ ഈ റണ്ണേഴ്സിനെ പോലെ തന്നെയാണ്, പക്ഷെ ബൊട്ടാണിക്കലി കുറച്ച് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്റ്റോളൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പേര് തന്നെ വെച്ചിരിക്കുന്നത്. ബൾബ്സ് നെക്സ്റ്റ് വരുന്നത്. ബൾബ്സ് എന്താണ്? നമ്മുടെ ഒനിയൻ അല്ലെ? ഉള്ളി. അതെങ്ങനെയാണ് വരുന്നത്? ബൾബ്. അതിന്റെ ആ നമ്മൾ കഴിക്കുന്ന ഉള്ളി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെം പോർഷൻ ആണ്. പിന്നെ നമ്മള് അരിയാൻ നേരത്ത് ആ മുകളിലത്തെ ആ റൂട്ട് പോർഷൻ നമ്മൾ എടുത്ത് കളയില്ലേ? അതിന്റെ റൂട്ടാണ്. അപ്പൊ നേരെ താഴെ മുകളിലോട്ട് അതിന്റെ ആ സ്റ്റെമ്മ് വന്നിട്ട് ലീഫ് എങ്ങനെയാണ് വരുന്നത്? നമ്മള് ഉള്ളിയൊക്കെ വീട്ടിൽ കുറച്ചുനാൾ ഒരു മണ്ണിലോ വെള്ളത്തിലോ വെച്ചാൽ അറിയാം, നേരെ ട്യൂബ് പോലെ ഗ്രീൻ ആയിട്ട് വന്നിട്ട് പൂ വരും, വെള്ള അല്ലെ? അതാണ് അതിന്റെ ലീഫ്. അപ്പൊ സ്റ്റെം എന്താണ്? നമ്മൾ ആ കഴിക്കുന്ന ഉള്ളി. അപ്പൊ അതിനെ ബൾബ് എന്ന് പറയുന്നത്. അതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് സ്ട്രക്ചർ ആണ് ബൾബ്. നെക്സ്റ്റ് ഇപ്പം നമ്മൾ ആ പറഞ്ഞതിന്റെ ഒക്കെ തന്നെ പിക്ചർ ആണ്. ഫസ്റ്റ് എന്താണ്? റൈസോമിന്റെ കണ്ടോ? നോട്ട്സ് കണ്ടോ?
ജിഞ്ചറിന്റെ അല്ലെ. ഇപ്പം ലീവ്സിന്റെ സ്റ്റെം എന്ന് പറയുന്ന താഴെയാണ്, ആ ലീഫ്ലെറ്റും ലീവ്സും ആണ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ റണ്ണേഴ്സ് കണ്ടോ, ആ റൂട്ടിൽ നിന്ന് സോയിലിന്റെ മുകളിലേക്ക് റണ്ണർ പോലെ വന്നിട്ട് വേറൊരു പോയിന്റിൽ പോയിട്ട് അടുത്ത പ്ലാന്റ് വരും. പിന്നെ പൊട്ടറ്റോ നോക്കിയേ, ഐ ഓഫ് പൊട്ടറ്റോ ആണ് അതിന്റെ ബഡ്സ്. ഇപ്പം ഇത് സോയിലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റണ്ണേഴ്സിൽ നിന്നൊക്കെ തന്നെ എന്താണ് പ്ലാന്റ്സ് പോയിട്ട് ആ ഒരു പോർഷനിൽ നിന്ന് നേരെ മണ്ണിന്റെ മുകളിലേക്ക് പ്ലാന്റ് വരും. പിന്നെ വേണ്ട ബൾബ് നോക്കിയാ റൂട്ട്സ് താഴോട്ട് കണ്ടോ, ഒനിയന്റെ ആ ഒരു പാർട്ട് നടുവിലൂടെ കണ്ടോ, നടുവിലൂടെ ആ ലീഫ് ഫോം ചെയ്യാനുള്ള ആ ഒരു പോർഷനാണ് നേരെ മിഡിലിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് കോംസ് എന്ന് പറയുന്നത് അഡ്വഞ്ചീഷ്യസ് റൂട്ട്സ്. അതായത് അഡ്വഞ്ചീഷ്യസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ താഴോട്ട്, അതായത് മെയിൻ ആയിട്ടും വെള്ളം വലിച്ചെടുക്കുന്ന റൂട്ട്സ് അല്ലാതെ മറ്റ് ഫങ്ഷൻസ് ചെയ്യുന്ന റൂട്ട്സിനെയാണ് നമ്മൾ അഡ്വഞ്ചീഷ്യസ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു അഡ്വഞ്ചീഷ്യസ് റൂട്ട്സ് നാണെന്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ അഡ്വഞ്ചീഷ്യസ് റൂട്ട്സ് വന്നിട്ട് പുതിയ പ്ലാന്റ്സ് ഫോം ചെയ്യുന്നു. എക്സാമ്പിൾ ടാരോ, ഗ്ലാഡിയോലസ്, ഇതൊക്കെ എന്താണ് കോംസ് ആണ്, വെജിറ്റേറ്റീവ് സ്ട്രക്ചർ. പിന്നെ ലീവ്സ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആണ്. അലോവേര ആൻഡ് ബ്രയോഫിലം. നിങ്ങൾ ബ്രയോഫിലം കണ്ടിട്ടുണ്ടോ? ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. അതിന്റെ നമ്മൾക്ക് ആ ലീഫ് നോക്കിയാൽ തന്നെ അറിയാം, ലീഫിന്റെ ആ ഒരു അറ്റത്ത് നിന്ന് ആ ഒരു മാർജിനിൽ നിന്ന് പുതിയ പുതിയ ലീഫ് പൊട്ടി മുളയ്ക്കും. ബ്രയോഫിലം. അലോവേര പിന്നെ അറിയില്ലേ, കറ്റാർവാഴ, ലീഫ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. പിന്നെ സ്റ്റോളൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റണ്ണേഴ്സിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. റണ്ണേഴ്സ് പോലെ തന്നെ റൂട്ട്സിന്റെ മുകളിൽ നിന്ന് നേരെ ഏരിയലായിട്ട് വന്നിട്ട് വേറൊരു പോയിന്റിൽ പോയിട്ട്. അപ്പം ഇതിന്റെ എക്സാമ്പിൾ പെരണിയൽ ഗ്രാസസ് ആൻഡ് വീഡ്സ്, സൈനോഡോൺ ഡാക്ടൈലോൺ. ഇതൊരു വീടാണല്ലേ. ഇപ്പൊ പെരണിയൽ ഗ്രാസസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, സൈനഡോൺ ഡാക്ടൈലോൺ. അത് എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റോളൻ. ഇതുകൊണ്ടാണ് വീഡ്സിന്റെ എന്താണ് വളരെ പെട്ടെന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സീഡ്സ് ഒക്കെ ഉണ്ടായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് താമസമാണല്ലേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈ സോ ഫാസ്റ്റ്. അതുകൊണ്ടാണ് വീഡ്സ് നമ്മൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാം. വീഡ് കൺട്രോളിന് മെത്തേഡ് പറയുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു കഴിവാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കഴിവ് വീഡ്സിനുള്ളത് കൊണ്ടാണ്. അപ്പം അതിന് പെരണിയൽ ഗ്രാസസും സൈനോഡോൺ ഡാക്ടൈലോണാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട റൂട്ട് എന്നല്ല, നമ്മൾ റണ്ണറി എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും താഴത്തെ ആ ഒരു ഫസ്റ്റ് നോഡിൽ നിന്നായിരിക്കും എന്താ റണ്ണേഴ്സ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നോട്ട്സ് വിന്റർ നോട്ട്സ് ഒക്കെ എന്ത് വരും, പുതിയ ആ ഒരു സ്ലെൻഡർ സ്റ്റെം മോഡിഫിക്കേഷൻ ഏരിയലായിട്ട് വന്നിട്ട് പുതിയൊരു പോയിന്റിൽ പോയിട്ട്, അതാണ് സ്റ്റോളൻ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പാർട്ട് കഴിഞ്ഞു. പിന്നെ എന്താണ് സ്പേസിങ്. അപ്പം POP നോക്കിയിട്ട് എല്ലാത്തിന്റെയും ക്രോപ്സിന്റെ എല്ലാം സ്പേസിങ് ഒരു ടേബിൾ ആക്കുക നിങ്ങൾ കേട്ടോ. ടേബിൾ ആക്കിയിട്ട് അത് ആ കറക്റ്റ് ഏതൊക്കെ പ്രോസസ്സിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റൈസിന്റെ പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പൊ സ്പേസിങ് ഇതിന്റെ അതൊരു ടോപ്പിക്കായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ എഴുതി വെച്ച് ടേബിളിൽ പഠിക്കണം നിങ്ങൾ. ഇപ്പം മെയിൻ ആയിട്ട് എന്താണ് റൈസിന്റെ ബ്രോഡ്കാസ്റ്റിംഗിൽ എത്രയാണ് സീഡ് റേറ്റ് പറയുന്നത്. സ്പേസിംഗ് ഞാൻ പ്ലാൻ ജോമെട്രിയുടെ നെക്സ്റ്റ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗിൽ എത്രയാണ് 80 to 100 kg/hectare ആണ്. ഡിബ്ലിങ്ങിന് എന്താണ് 80 to 90 kg. ഡിബ്ലിംഗ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഒരു ഡിബ്ലർ എന്ന് പറഞ്ഞ ഒരു നേരെ ഒരു ഹോ പോലൊരു എക്യുപ്മെന്റ് ഉണ്ട്, ഒരു ടൂൾ ഉണ്ട്, സൂചി പോലെ നേരെ നമ്മുടെ മൊനേനൊക്കെ പൊളിക്കും. ആ ഒരു ടൂള് വെച്ചിട്ട് നേരെ ഒരു V ഷേപ്പിൽ ഒരു കട്ട്, അവിടെ ആ ഒരു V ഷേപ്പിൽ കട്ട് ചെയ്ത് എന്റെ സ്ലാൻഡിങ് പോർഷനിൽ എന്ത് ചെടി കൊണ്ട് വെക്കും, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അതിനാണ് ഡിബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് 80 to 90 kg/hectare ആണ്. അപ്പൊ കുറച്ച് മതിയല്ലോ. ബ്രോഡ്കാസ്റ്റിംഗ് ആകുമ്പോ എന്താണ് നമ്മൾ നേരെ അങ്ങ് വിതറുക വാരി, അപ്പൊ കൂടുതൽ വേണം, 80 to 100 kg. അപ്പൊ ഡിബ്ലിംഗിൽ കുറച്ച് മതി. ട്രാൻസ്പ്ലാന്റിങ്ങിൽ എന്നാ മതി, കുറച്ചുകൂടെ കുറച്ച് മതി അല്ലെ, 60 to 80. പിന്നെ മെയ്സിൽ 20 kg/hectare ആണ്. റൈസിന് 80 kg ആണ്. ഇതിൽ 4/1 മതി. 80/4 അല്ലേ 20 എന്ന് പറയുന്നത്. സ്വർഗത്തിൽ അതിലും കുറച്ച് മതി, 12 to 15 kg/hectare. റാഗിയുടെ സ്പേസിങ് എത്രയാണ്, സ്പേസിങ് 45 into 45 ആണ് കേട്ടോ. റാഗിയുടെ ഓരോന്നിന്റെ സ്പേസിങ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈസിന് മെയിൻ ആയിട്ടും മീഡിയം ഡ്യൂറേഷൻ 20 into 15.
ഷോർട്ട് ഡ്യൂറേഷൻ വരുമ്പോൾ 15x10 ആണ് കേട്ടോ. അത് 3 സീസണിൽ ഒന്നാണ് 15x10 ആണ്. മീഡിയം ഡ്യൂറേഷനിൽ ഡിഫറൻസ് വരുന്നത് ഏതാണ്? ആ ഒരു വിരിപ്പ് സീസണിൽ മാത്രമാണ് മീഡിയം ഡ്യൂറേഷൻ 20x15, ബാക്കിയെല്ലാം 20x10 ഷോർട്ട് ഡ്യൂറേഷൻ വരുമ്പോൾ 15x10 ആണ്. പിന്നെ പൾസസിന്റെ കേസിൽ എന്താണ് സ്പേസിങ്? 25x15. പിന്നെ ഗ്രീൻ ഗ്രാം ബ്ലാക്ക് ഗ്രാം വരുമ്പോൾ കുറഞ്ഞു വരുന്നു. ട്യൂബേഴ്സിന്റെ എന്താണ് 1 മീറ്ററിൽ കുറവാണ്, 90 സെന്റിമീറ്റർ ഇൻറ്റു 90 സെന്റിമീറ്റർ. ടപ്പിയോക്ക വരുമ്പോ 1/2 മീറ്ററിൽ കുറച്ച് കുറവ് അല്ലെ, 45 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് ഇങ്ങനെ 1 മീറ്റർ 1/2 മീറ്റർ ആ ഒരു കണക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 5 സെന്റിമീറ്ററിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റും. മൊത്തത്തിൽ ജസ്റ്റ് ഇങ്ങനെ കാണാതെ പഠിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ടപ്പിയൊക്കെ 1/2 മീറ്ററിൽ കുറവ്, അപ്പൊ അങ്ങനെ പഠിക്കുക. അപ്പൊ ടൊമാറ്റോ വരുമ്പോ എന്താ 1/2 മീറ്ററിൽ കുറച്ചുകൂടെ കൂടുതൽ 60 സെന്റിമീറ്റർ അല്ലെ, അങ്ങനെ പഠിക്കുക. നേന്ത്രൻ ബനാന 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ആണ്. സാധാരണ എത്രയാണ് ബനാന? 1.8 ഉള്ളൂ. പക്ഷെ നിങ്ങൾ നേന്ത്രൻ ഓർത്ത് വെക്കുക. അപ്പൊ നേന്ത്രൻ ഓർത്ത് വെക്കുന്ന സമയത്ത് സാധാ ബനാനയുടെ എന്താണ് ഞാലിപ്പൂവിന്റെ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. 1.8 ജസ്റ്റ് 2.2ന്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ. പിന്നെ കോക്കനട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോക്കനട്ടിന്റെ 7.5 ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ 7.6 കൊടുത്തേക്കുന്നത്? കോക്കനട്ടില് കുറച്ചുകൂടെ ഈ ലീവ്സിന് എക്സ്പാൻഷൻ ഉള്ളതുകൊണ്ട് അല്ലെ, സൺലൈറ്റിന്റെ ഒരു മാക്സിമം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ട്രയാങ്കുലർ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ട്രയാങ്കുലർ സിസ്റ്റത്തില് 7.6 ആണ് ഡയഗണലി മെഷർ ചെയ്യുമ്പോൾ വരുന്ന സ്പേസിങ്. സ്ക്വയർ പ്ലാന്റിങ്, അതായത് ഒരു സ്ക്വയറിന്റെ 4 മൂലയ്ക്കും പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇതിലാണ് 7.5 ആണ്. ആ 7.5 ഒന്നുകൂടെ ഓർത്ത് വെക്കുക. ട്രയാങ്കിളിൽ വരുമ്പോൾ ഡയഗണൽ അല്ലേ, അപ്പൊ കുറച്ച് കൂടുതൽ വേണം. അപ്പൊ 7.6 അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കുക. പിന്നെ പ്ലാന്റിംഗ് ജോമെട്രി വരുന്നുണ്ട്. ഈ പറഞ്ഞ സ്പേസിങ് എന്തിൽ നിന്നാണ് വരുന്നത്? ജോമെട്രി നോക്കിയാലേ നമുക്ക് സ്പേസിങ് നോക്കാൻ പറ്റും. ഫസ്റ്റ് ജോമെട്രി ആണ് വരുന്നത്. ഇപ്പൊ പറഞ്ഞു എന്താണ്? കോക്കനട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്ക്വയർ പ്ലാന്റിംഗ് ആണ് കോക്കനട്ടിന് 7.5 സ്ക്വയർ പ്ലാന്റിംഗ് വരുമ്പോ. പക്ഷെ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത് എന്താണ്? ട്രയാങ്കുലർ ആണ്. 4th വൺ നോക്കിക്കേ, ട്രയാങ്കുലർ ഏതാണ്? കോക്കനട്ട് പ്ലാന്റിംഗ് 7.6. അപ്പൊ ട്രയാങ്കുലർ പാറ്റേണിൽ കോക്കനട്ട് 7.6 മീറ്ററിൽ നടുകയാണെങ്കിൽ 1 ഹെക്ടറിൽ കോക്കനട്ടിന് എത്ര പ്ലാന്റ് നടാൻ പറ്റും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 198 പ്ലാന്റ്സ് ആണ് ട്രയാങ്കുലർ സിസ്റ്റത്തിൽ കോക്കനട്ട് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഹെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സ്പേസിങ് എത്രയാണ്? ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, ട്രയാങ്കുലർ പ്ലാന്റ് ചെയ്യുന്നതിൽ ഇത്ര പ്ലാന്റ്സ് ഉണ്ട്, അപ്പൊ സ്പേസിങ് എത്ര? കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. എത്ര പ്ലാന്റ്സ് ഉണ്ടെങ്കിലും സ്പേസിങ് എത്ര തന്നെയാണ്? 7.6 ഇൻറ്റു 7.6. ഓക്കെ. മീറ്റർ ആണ് കേട്ടോ, അത് മറക്കല്ലേ. സെന്റിമീറ്റർ മീറ്റർ അത് ഓർത്ത് വെക്കുക. കോക്കനട്ടിന്റെ മീറ്റർ ആണ്, ബനാന മീറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ പ്ലാന്റിംഗ് ജോമെട്രി വരുമ്പോൾ റാൻഡം ആയിട്ട് നമ്മൾ ജോമെട്രി പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് റൈസ്. ഇത്ര നമ്മൾ ജോമെട്രി ഒന്നും നോക്കത്തില്ല, ജസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. എന്താണ്? നമുക്കത് പൊട്ടി വരുന്ന സമയത്ത് അല്ലെ വേണേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ. ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ പ്രത്യേകിച്ച് ജോമെട്രി നോക്കുവോ? ഇല്ല. അപ്പൊ സ്ക്വയർ പ്ലാന്റിംഗിൽ വരുമ്പോ എന്താണ്? സ്ക്വയർ പ്ലാന്റിംഗ് വരുന്ന സമയത്ത് നേരെ 4 മൂലയ്ക്കും ഒരു സ്ക്വയർ വരച്ചിട്ട് അതിന്റെ 4 മൂലയ്ക്കും നടുക. ഓക്കെ. പിന്നെ അടുത്ത സ്ക്വയർ വരുമ്പോ എന്താണ്? അടുത്ത സ്ക്വയറിന്റെ 4 മൂല ഓൾറെഡി 2 മൂല കഴിഞ്ഞു. അങ്ങനെ പോവുക. സ്ക്വയർ പ്ലാന്റിംഗ്. റെക്ടാങ്കുലർ എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. എന്താണ് വ്യത്യാസം? 2 പ്ലാന്റ് കണ്ടിട്ട് ലെങ്തിനെക്കാട്ടിലും വിത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും ലെങ്ത്. അതായിരിക്കും അത് ആ ഒരു 4 മൂലയിൽ പ്ലാന്റ് ചെയ്ത് പോവുക. അതെന്തൊക്കെയാണ്? റൈസ്, കോട്ടൺ. 20x10 ഈക്വൽ ആണോ? അല്ല. 20 ആണ് ലെങ്ത് എങ്കിൽ വിത്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ. കോട്ടൺ ഹൈബ്രിഡ് സെയിം റെക്ടാംഗിൾ ആണ്, 120x45 സെന്റിമീറ്റർ ആണ്. ഓക്കെ. പിന്നെ വരുന്നത് റെക്ടാംഗുലറിൽ 4 ടൈപ്പ് ഉണ്ട്. ഇപ്പം സോളിഡ് റോ, ഡെഫിനിറ്റ് റോ, പെയർഡ് റോ, സ്കിപ്പ് റോ. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ പേരൊക്കെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് കോളം നമ്മൾ നോക്കുമെന്നുണ്ടെങ്കിൽ, അതായത് കോളത്തിന് റോ കോളം അറിയാലോ, നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് എന്താണ്? ബോക്സിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. റോ എന്താണ്? ഹൊറിസോണ്ടലിനെ നമ്മൾ റോ എന്നും വെർട്ടിക്കലിനെ എന്താണ്? കോളം എന്നും പറയുന്നു. അപ്പൊ വെർട്ടിക്കൽ ആയിട്ട് പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ഒന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സോളിഡ് റോ എന്ന് പറയും. വീറ്റ്, ആനുവൽസ്, അതൊക്കെയാണ്. ഡെഫിനിറ്റ് റോ എന്ന് പറയുമ്പോൾ കോളവും നോക്കും റോയും നോക്കും.
ഓക്കെ, അതെന്താണ് കോട്ടൺ ഹൈബ്രിഡ് നമ്മൾ മുമ്പേ പറഞ്ഞ 120 സെന്റിമീറ്റർ ഇൻറ്റു 45 സെന്റിമീറ്റർ അല്ലെ. പിന്നെ പെയർഡ് റോ എന്ന് പറയുമ്പോ 2 റോ അല്ലെ, 2 റോ ഒരു വര വരയ്ക്കുന്നു, തൊട്ടപ്പുറത്ത് ഒരു വരയും കൂടെ വരയ്ക്കുന്നു. ആ 2 വരയിൽ ഫുള്ള് പ്ലാന്റ്സ് നടുക സ്പേസിങ് നോക്കിയിട്ട്. എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇടുന്നു. ഇതുപോലെ 2 റോ, പെയർഡ് റോ, രണ്ട് പെയർ ആയിട്ട് നടുക. ഇന്റർ ക്രോപ്പിംഗിലാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് 120x60 ആണ് അതിന്റെ ആ ഒരു പെയർഡ് റോയിൽ നമ്മൾ കൊടുക്കുന്ന സ്പേസിങ്. സ്കിപ്പ് റോ എന്താണ്, അതും ഇന്റർ ക്രോപ്സ് ആണ്. 1 റോ അത് കഴിഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നു, അടുത്ത റോ. ആ സ്കിപ്പിങ്ങിന്റെ അവിടെ നമുക്ക് ഇന്റർ ക്രോപ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അത് വെറുതെ ഫറോ ആയിട്ട് നമുക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് അവിടെ ഇട്ടേക്കാം. പിന്നെ ട്രയാങ്കുലർ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പിന്നെ ക്വിൻക്വക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എന്താണ്, അതും വെറും സിമ്പിൾ ആണ്. ഒരു സ്ക്വയറിന്റെ 4 മൂലയിൽ നട്ടു. അതിനുശേഷം ഈ സ്ക്വയറിന്റെ 4 മൂലയുടെ നേരെ സെന്ററിൽ കൊണ്ടുപോയി എന്ത് വെച്ചു, ഒരു ഫില്ലർ ട്രീ കൊണ്ടുവന്ന് വെച്ചു. അതായത് ആ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണ്ടേ, അത്രയും സൺലൈറ്റും വെള്ളവും ന്യൂട്രിയൻസും വെറുതെ വേസ്റ്റ് ചെയ്യണോ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫില്ലർ ട്രീ കൊണ്ട് വെക്കുന്നത്. അതെന്താണ്, അതിനെ നമ്മൾ ക്വിൻകക്സ് സിസ്റ്റം എന്ന് പറയും. ഇപ്പം നമ്മുടെ ഇതുണ്ടല്ലോ, കോക്കനട്ട് ഓർക്കാഡിക് നമ്മൾ കൊണ്ടുപോയിട്ട് നടുക്ക് ഓരോ കൊക്കോയുടെ പ്ലാന്റ് കൊണ്ട് വെക്കുക. വളരെ ഇതായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ക്വിൻകക്സ് സിസ്റ്റത്തിന്. കൊക്കോയുടെ പ്ലാന്റ് കോക്കനട്ട് ഓർച്ചാർഡിൽ വെക്കുന്ന അല്ലെ. അപ്പം ആ കോക്കനട്ടിന്റെ ലീഫ് സൺലൈറ്റ് രണ്ടിനും കിട്ടുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആയിരിക്കണം. ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനും ദോഷമാണ്, ആ സ്ക്വയറിന്റെ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനും ദോഷമാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം പ്ലാൻ ജോമെട്രി നമ്മൾ തീരുമാനിക്കാൻ. പിന്നെന്താണ് ഫ്രീ സ്റ്റൈൽ. വെറുതെ നമ്മൾ ഒരു പ്രത്യേകിച്ച് സ്റ്റൈലൊന്നുമില്ല, നമ്മൾ നമ്മുടെ കിച്ചണിന്റെ പുറകിൽ ഹോം സ്റ്റെഡ് ആയിട്ട് വേസ്റ്റ് ലാൻഡിൽ കോസ്റ്റൽ ഏരിയസിലൊക്കെ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും നോക്കത്തില്ല. ഫ്രൂട്ട് ട്രീസ് നമുക്ക് പറ്റുന്ന രീതിയിൽ അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു സ്റ്റൈൽ നോക്കാതെ നടുന്നതിനാണ് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്ലാന്റിങ് ജോമെട്രീസ്. അതൊന്ന് ഓർത്തേക്കാം. പിന്നെ നെക്സ്റ്റ് അത്രയും ടോപ്പിക് നമ്മൾ ഇന്ന് കവർ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ടില്ലേജ് ആണ്. അപ്പൊ ഇത്രയും പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആക്റ്റീവ് ആയിരുന്നോന്ന് എനിക്ക് അറിയണ്ടേ. ഹാർവസ്റ്റ് ഇൻഡെക്സ് ഓഫ് പൾസസ് എത്രയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? ഹാർവസ്റ്റ് ഇൻഡെക്സ് ഓഫ് പൾസസ് 0.3. യെസ്, കറക്റ്റ്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ ചിലപ്പോൾ ഈ സ്ലൈഡിൽ ആഡ് ചെയ്യാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അത് ക്വസ്റ്റ്യൻസിന് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ടില്ലേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ ഇത് ടില്ലേജിന്റെ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്യും. ഇംപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾ ഫാം മെഷീനറി ആൻഡ് പവറിൽ പഠിക്കും. ഓക്കെ. ഇപ്പൊ ടില്ലേജ് എന്ന് പറയുന്ന ടേം എന്താണ്? ആ ഒരു ടേമിന്റെ മീനിങ് എന്ന് പറയുന്നത് ഉഴുതുമറിക്കുക അല്ലെ, ടില്ലേജ്. അപ്പൊ ടില്ലേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ ഫീൽഡ് കൾട്ടിവേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ടില്ലേജ്. ടില്ലേജ് നടന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ടില്ലേജ് നമ്മൾ ചെയ്തില്ല, വെറുതെ ഒരു ലാൻഡിൽ, ഒരു ബാരൻ ലാൻഡിൽ നമ്മൾ കൊണ്ടുപോയി കുറെ ക്രോപ്സ് ഒക്കെ അങ്ങ് സോ ചെയ്ത് വെച്ചു. എന്താണ്? ഒരു പ്രയോജനമില്ല. ടില്ലേജ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് പ്രോപ്പർ എയറേഷൻ, പ്ലാന്റിന് പ്രോപ്പർ പൊസിഷൻ, പ്രോപ്പർ റൂട്ട് ഡെവലപ്മെന്റ്, ഇതൊക്കെ നടക്കണമെങ്കിൽ ആ മണ്ണിനെ, അതായത് സ്റ്റഡി ആയിട്ട് കിടക്കുന്ന ആ ഒരു ലാൻഡ്, ആ ഒരു സോയിൽ സർഫസിനെ നമ്മൾ ലൂസൻ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ടില്ലേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ടില്ലേജ് ഏത് വേർഡിൽ നിന്നാണ് വന്നത്? ഒരു ആംഗ്ലോ സാക്സൺ വേർഡ്, അതിൽ നിന്നാണ് ടില്ലേജ് വന്നത്. അപ്പം അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ: ടു പ്ലോ ആൻഡ് പ്രിപ്പയർ സോയിൽ ഫോർ സീഡ് ടു സോ. അതായത് സീഡ് സോ ചെയ്യാൻ വേണ്ടിയിട്ട് സോയിലിനെ പ്രിപ്പയർ ചെയ്യുക, അതാണ് ടില്ലേജ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ടില്ലേജ് ആരാണ്? ജെത്രോ ടൾ ആണ്. ഫാദർ ഓഫ് ടില്ലേജ് എന്ന് പറയുന്നത് ജെത്രോ ടൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ടില്ലേജ് ഇസ് ജെത്രോ ടൾ. ഓക്കെ. ഇപ്പൊ ടില്ലേജിനെ നമ്മൾ ഒരു സയന്റിഫിക് ടേംസിൽ പറയുകയാണെങ്കിൽ എന്താണ്? മെക്കാനിക്കൽ മാനിപ്പുലേഷൻ ഓഫ് സോയിൽ with tools and implements for obtaining conditions ideal for seed germination, seedling establishment and growth of crops.
ഓക്കെ, ക്രോപ്സിന്റെ ശരിയായ ഡെവലപ്മെന്റിനും സീഡ്ലിങ്ങിന്റെ ശരിയായ എസ്റ്റാബ്ലിഷ്മെന്റിനും സീഡ് ജെർമിനേഷനും വേണ്ടിയിട്ട് നമ്മുടെ സോയിലിനെ നമ്മൾ മെക്കാനിക്കലായിട്ട് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്നതിനെയാണ് ടില്ലേജ് എന്ന് പറയുന്നത്. ആ ഒരു ടില്ലേജ് പ്രോസസ്സ് കഴിഞ്ഞ് റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു സോയിലിന്റെ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടിൽത്ത് എന്ന് പറയുന്നത്. ടില്ലേജ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലാൻഡിലോട്ട് നോക്കാമെങ്കിൽ നമ്മൾ എത്രയുണ്ട് ടിൽത്ത്, അല്ലെ? നമ്മൾ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ടിൽത്ത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു ഗുഡ് ടിൽത്ത്? അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല കണ്ടീഷൻ ഉണ്ടായിരിക്കണം. അപ്പം ടിലേ ചെയ്ത് കഴിഞ്ഞിട്ടും ഭയങ്കര കട്ട പിടിച്ച സർഫസ് ഒക്കെ കിടക്കുക, നമ്മളെ ചവിട്ടിയിട്ടും ഒന്നും ഒരു മയമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, അത് ബാഡ് ടിൽത്ത് എന്ന് പറയാം. അപ്പൊ ഗുഡ് ടിൽത്ത് ആണെങ്കിൽ നല്ലപോലെ പതിഞ്ഞിരിക്കണം ആ സോയിൽ. ഓക്കെ, പിന്നെന്താണ്, അതിന്റെ പാർട്ടിക്കിൾസ്, സോയിൽ പാർട്ടിക്കിൾസിന്റെ അഗ്രിഗേറ്റ്സിനെല്ലാം ഒരു യൂണിഫോം സൈസ് ഉണ്ടായിരിക്കണം. ഒരു സ്ഥലത്ത് പാറക്കെട്ട് കിടക്കുന്നു, മറ്റേ സ്ഥലത്ത് കുഞ്ഞു സൈസ് ആണെങ്കിൽ നല്ല ടിൽറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നെക്സ്റ്റ്, ഹയർ പെർസെന്റേജ് ഓഫ് സ്മോൾ അഗ്രിഗേറ്റ്സ്, അതായത് വലിയ അഗ്രിഗേറ്റ്സ്, അതായത് വലിയ ക്ലോക്സിനെക്കാട്ടിലും കുറച്ച് ചെറിയ ക്ലോക്സ് ആയിരിക്കണം കൂടുതൽ. എത്ര ഡയമീറ്റർ ആയിരിക്കണം അത്? 1 to 2 millimeter. അപ്പം നമുക്കൊരു സ്കെയിലിൽ 1 സെന്റിമീറ്റർ എത്രയാണെന്ന് അറിയാം, അല്ലെ? 1 സെന്റിമീറ്റർ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമാണ് 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 1 സെന്റിമീറ്റർ എത്രയാണ്? ഒരു പൊടിക്കോളം, അല്ലെ? ഒരു കൈയുടെ 1 ഇഞ്ചിന്റെ ഒരു ജസ്റ്റ് ആ ഒരു വിരലിന്റെ ഫസ്റ്റ് വരയുടെ ഒരു പകുതി എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ. ആ 1 സെന്റിമീറ്ററിന്റെ പിന്നെ അതിനെ 10 ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈ കൊണ്ട് നോക്കിയാൽ തന്നെ അറിയാം എത്ര വേണം. 1 to 2 millimeter ആയിരിക്കണം ആ ഒരു പാർട്ടിക്കിളിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പൊ വലിയ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 5 millimeter, അതാണ് കൂടുതലെങ്കിൽ നമ്മൾ വീണ്ടും ടില്ലേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാപ്പിലറി ആൻഡ് നോൺ കാപ്പിലറി പോർസ് എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമ്മുടെ സോയിലിന്റെ ഫീൽഡ് കപ്പാസിറ്റിയിൽ വരുന്ന ഒരു ടേം ആണ്. അതായത് കാപ്പിലറി വാട്ടർ പോർസിൽ, വാട്ടർ കാപ്പിലറി പോർസിലാണ് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവുക. അപ്പൊ കാപ്പിലറി പോർസ്, അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പോർസ് ഉണ്ടായിരിക്കണം ഈ ഗുഡ് ടിൽത്തിന്. എങ്കിൽ മാത്രമേ അവിടെ വെള്ളം മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം സോയിലിന് പിടിച്ചു നിർത്താൻ ഈ കാപ്പിലറി പോർസ് ഉണ്ടെങ്കിൽ, അവിടെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് റൂട്ട്സിൽ നിന്ന് അത് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, ഈസിലി പെനിട്രേറ്റ് ലാർജ് വോളിയംസ് ഓഫ്. റൂട്ട് പെനിട്രേഷൻ എന്ത് വേണം? നല്ല ലൂസൻ ചെയ്തിരിക്കണം സോയിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗുഡ് ടിൽത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്വയറ്റ് പോറസ്, ഫ്രീ ഡ്രെയിനേജ്, പിന്നെ 1 to 2 millimeter ഡയമീറ്റർ ആയിരിക്കണം ആ ഒരു അഗ്രിഗേറ്റ്സിന്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, യൂണിഫോം സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ്, ബെറ്റർ ക്രോപ്പ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ഗുഡ് ടിൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ്, ഈ ടില്ലേജിൽ കുറച്ച്, അതായത് വരിക നമുക്ക് കുറച്ച് ടേംസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം തോന്നും, എന്താണ് ഈ ഫറോ, എന്താണ് ഫറോ സ്ലൈസ്, എന്താണ്? അപ്പൊ ഫറോ എന്താണ്? ഫറോ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ട്രാക്ടറൊക്കെ ലാൻഡിൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഫറോ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ട്രാക്ടർ ഉപയോഗിച്ചു, ട്രാക്ടറിന്റെ പുറകില് ഒരു പ്ലോ ഉണ്ട്. പ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൺവെട്ടിയുടെ പോലെ തന്നെ ഒരു ഇച്ചിരൂടെ വിട്ടുള്ള ഒരു ബ്ലേഡ് ആണ്, വലിയ പ്ലോ. അതായത് ട്രാക്ടറിൽ നമ്മൾ പുറകിൽ വെച്ചിരിക്കുന്നതാണ് ഈ ടില്ലേജിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഇംപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ട്രാക്ടർ ഓടിച്ച് പോകുന്ന സമയത്ത് ട്രെഞ്ച്, അതായത് നേരെ ഒരു കുഴി ഇങ്ങനെ ഫോം ചെയ്ത് പോവാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫറോ എന്ന് പറയുന്നത്. ആ ഒരു കുഴി ഫോം ചെയ്യുന്നു, അതിനെയാണ് ഫറോ എന്ന് പറയുന്നത്. ഫറോ സ്ലൈസ് എന്താണ്? നമ്മൾ ഈ ഫറോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് പോയില്ലേ? അപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു ടില്ലേജ് ഒരു ലാൻഡിൽ ചെയ്യുന്ന സമയത്ത് സർഫസ് ഭയങ്കര ഹാർഡായിട്ടിരിക്കും, അല്ലെ? ഹാർഡായിട്ടിരിക്കുമ്പോ അതിങ്ങനെ എടുക്കുമ്പോൾ ഇല്ല കേക്കിന്റെ സ്ലൈസ് മുറിക്കുന്ന പോലെ ആ മണ്ണ് ഇങ്ങനെ വരും. അതിനെയാണ് ഫറോ സ്ലൈസ് എന്ന് പറയുന്നത്. അതായത് ആ മണ്ണ് ഇങ്ങനെ നീക്കം ചെയ്ത് ഇങ്ങനെ കൂടിയാണ് നമ്മൾ ആ ട്രെഞ്ച്, ആ ഒരു കുഴി ഫോം ചെയ്യുന്നത്. അതിനെയാണ് ഫറോ സ്ലൈസ് എന്ന് പറയുന്നത്. ഫറോ വാൾ എന്താണ്? ഫറോ ഫോം ചെയ്യുന്നതിന്റെ സൈഡില് സോയിലിന്റെ 2 വാള് വരത്തില്ലേ? അതായത് കുഴിയുടെ 2 സൈഡിലും ഒരു നീളമുള്ള വാൾ ഉണ്ടാകത്തില്ല, അതിനെയാണ് ഫറോ വാൾ എന്ന് പറയുന്നത്. ക്രൗൺ എന്താണ്? നമ്മൾ ഈ ഫറോ സ്ലൈസ് നേരെ കൊണ്ടുപോയിട്ട് ഒരു പോർഷനിൽ കൊണ്ടുപോയിടത്തില്ലേ, അതിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് ഫറോ ആൻഡ് ഡെഡ് ഫറോ, ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ നിങ്ങള്.
കാര്യം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്ക് ഫറോ ആൻഡ് ഡെഡ് ഫറോ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പൊ ബാക്ക് ഫറോ എന്ന് പറയുന്നത് നമ്മൾ ആ ഹെഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഹെഡ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പ്ലോയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ നിന്ന് നമ്മൾ കുറച്ചൊരു സ്ഥലം വിട്ടിട്ടായിരിക്കും ഈ പ്ലോയിങ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട്, ഈ ഫസ്റ്റ് പ്ലോയിങ് കഴിഞ്ഞിട്ട് ഈ ട്രാക്ടർ കൊണ്ടുവന്ന് അവിടെ ഇടണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു പോർഷൻ, ഒരു 6 മീറ്റർ ആണ് അതിന്റെ ഒരു പെർമനന്റ്, അത് അത്രയാണ് അതിന്റെ വെച്ചേക്കുന്ന ഹെഡ്ലാൻഡിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അത്രേ ഒരു വിട്ടില് നമ്മൾ എന്താണ് 6 മീറ്റർ വിട്ടിൽ ഒരു കുറച്ച് ലാൻഡ് അവിടെ വിട്ടേക്കും. അത് വിട്ടിട്ടായിരിക്കും നമ്മൾ പ്ലോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു വിട്ട് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഹെഡ്ലാൻഡ് എന്ന് പറയും. ഇനി കമ്മിങ് ടു ബാക്ക് ഫറോ ആൻഡ് ഡെഡ് ഫറോ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ശരിക്കും മൗസ് പോയിന്റർ ഇട്ട് പറയാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കട്ടെ കാസ്റ്റിംഗ്. ഓക്കെ, കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ദേ ഇതൊരു ഫസ്റ്റ് ദേ ഇതും ഇതും ഓക്കെ, രണ്ടെണ്ണം കാസ്റ്റിംഗ്. ദേ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതിനാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു സ്ക്വയർ ഇതൊരു ലാൻഡ് ആണ് കേട്ടോ. ഈ ഒരു ലാൻഡില് നേരെ ട്രാക്ടർ ഇതുവഴിയാണ്. ട്രാക്ടർ ഫസ്റ്റ് ദേ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി 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 എങ്ങനെ വന്നു, പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് ദേ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് എന്ത് സംഭവിച്ചു, വീണ്ടും ഇങ്ങനെ പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് എന്താണ് കണ്ടോ. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലോയിങ് ഒരു ലാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എൻഡ് ബോർഡർ പോർഷനിൽ നിന്നാണ് പ്ലോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പൊ കൂടുതലും എന്താണ് അൺപ്ലോഡ് ലാൻഡ് നമ്മൾ പ്ലോ ചെയ്യുന്ന കൂടുതലും അൺപ്ലോഡ്, അതായത് ഫസ്റ്റ് നമ്മൾ ഇവിടെ പ്ലോ ചെയ്തു, നമ്മൾ പ്ലോ ചെയ്യുന്നത് പിന്നെ എന്തിനാണ്, അൺപ്ലോഡ് ലാൻഡിലാണ് നമ്മൾ പിന്നെ പ്ലോ ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ ആ പ്ലോ ചെയ്യാത്ത സ്ഥലത്താണ് നമ്മൾ പുതിയത് ഇങ്ങനെ പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് പ്ലോ ചെയ്ത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അൺപ്ലൗഡ് ലാൻഡിൽ കൂടെ പിന്നെയും പിന്നെയും നമ്മൾ പ്ലോ ചെയ്ത് പോവാണ് കാസ്റ്റിംഗ്. അതേസമയം ഗ്യാതറിംഗ് എന്താണ്, ഗ്യാതറിംഗ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഓക്കെ, ഗ്യാതറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേണ്ടേ ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങും, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ 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 സ്ക്വയറിലാണേ, സ്ക്വയറിൽ ഇങ്ങനെ ഇങ്ങനെ പോയി ആ ലാൻഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ, ഗ്യാതറിംഗ് ആൻഡ് കാസ്റ്റിംഗ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ആ ഒരു സോറി ഇത് പറയാം, ബാക്ക് ഫറോ ആൻഡ് ഡെഡ് ഫറോ പറയാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. റേസ്ഡ് റിഡ്ജ് ലെഫ്റ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. മനസ്സിലായോ, സോറി. കാണാവോ സ്ലൈഡ്? ഞാൻ ചെറുതായിട്ടാ കാണുന്നത്. ചെറുതായിട്ടാണല്ലോ, ഒരു മിനിറ്റ് ഞാനൊന്ന് കാണുന്നുണ്ടോ ഇപ്പോ? യെസ് മാം. ഓക്കെ ഓക്കെ. അപ്പൊ കാസ്റ്റിംഗും ഗ്യാതറിംഗും എന്താണെന്ന് മനസ്സിലായല്ലോ. കാസ്റ്റിംഗ് ആൻഡ് ഗ്യാതറിംഗ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ബാക്ക് ഫറോ എന്ന് പറയുന്നത്. നമ്മള് ഈ ഒരു കേസിൽ എന്താ ഇങ്ങനെ
ഓക്കെ. ഓക്കെ, ബാക്ക് ഫറോ. അതായത് ബാക്ക് ഫറോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു അതായത് നമ്മൾ നേരെ സെന്ററിലേക്കാണ് അല്ലെ നേരെ വരുന്നത്. സെന്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫറോയെ വിളിക്കുന്നത് ഡെഡ് ഫറോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യം സെന്ററിൽ നിന്നാണ് തുടങ്ങുന്നത്, എന്ത് സംഭവിക്കും? സെന്ററിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു ഔട്ടർ പോർഷനിൽ എന്താണ് നമ്മൾ ബാക്ക് ഫറോ എന്ന് പറയും. എന്താ ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ട്? ദേ നോക്കിയേ, ഗ്യാതറിങ് അല്ലെ, റൈറ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് നമ്മൾ ഗ്യാതറിങ് പറഞ്ഞു. അപ്പൊ ഈ ഗ്യാതറിംഗിൽ എന്താണ് നേരെ റൈറ്റിലേക്കല്ലേ, റൈറ്റ് ഡയറക്ഷൻ അല്ലേ കാണിച്ചേക്കുന്നത്. ഈ റൈറ്റ് ഡയറക്ഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു അൺപ്ലൗഡ് ലാൻഡ് ലാസ്റ്റില് ഒരു എല്ലാം കഴിയുന്ന സമയത്ത് മിഡിലിൽ ഒരു ഫറോ ഫോം ചെയ്യുന്നില്ലേ, ആ ഫറോയാണ് നമ്മൾ ബാക്ക് ഫറോ എന്ന് പറയുന്നത്. അതേസമയം നേരെ റൈറ്റ് സൈഡ് നോക്ക്, കാസ്റ്റിംഗ് ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും എൻഡിലല്ലേ ആ ഒരു ഫറോ ഫോം ചെയ്യുന്നത്, മിഡിൽ പോർഷനിലായ നമ്മൾ എന്ത് പറയും, അതിനെയാണ് എന്ത് ഡെഡ് ഫറോ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റിലെ ഫോം ചെയ്ത, അതായത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഫറോ മിഡിലിൽ ഫോം ചെയ്ത് ഇതിനെയാണ് നമ്മൾ ബാക്ക് ഫറോ എന്ന് പറയുന്നത്. അതേസമയം ഏറ്റവും എൻഡിൽ ഫറോ ഫോം ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെഡ് ഫറോ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതിനാണ് ഞാൻ കാസ്റ്റിങ്ങും ഇതും പറഞ്ഞു തന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കമ്മിങ് ടു ടില്ലേജ് ടൈപ്സ്. അപ്പൊ ഇന്ന് ചിലപ്പോൾ ടൈം കാണില്ല, ടില്ലേജ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്താണ് ടില്ലേജ്? ടില്ലേജ് മെയിൻ ആയിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആണ്. പക്ഷെ ആ ഒരു ഡിവിഷൻ വന്നത് ഇങ്ങനെയാണ്. ഓൺ സീസൺ ഉണ്ട്, ഓഫ് സീസൺ ഉണ്ട്. ഓൺ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോപ്സ് നടുന്ന ആ ഒരു സീസണിൽ ചെയ്യുന്ന ടില്ലേജിനെയാണ് ഓൺ സീസൺ എന്ന് പറയുന്നത്. ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ക്രോപ്സ് ഒന്നും നടാനായിട്ടില്ല, പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും പർപ്പസിന്, അതായത് സോയിലിന്റെ ന്യൂട്രിയന്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിങ് ചെയ്ത് കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന് മുമ്പോ ചെയ്യുന്നു, ഓഫ് സീസൺ ആയിട്ട് ചെയ്യുന്നതാണ് എന്ത് ഓഫ് സീസൺ ടില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺ സീസൺ ടില്ലേജ് ആണ്. അതിലെന്താണ് വരുന്നത്, പ്രിപ്പറേറ്ററി ആൻഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ. അതായത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പ്രിപ്പറേഷൻ ചെയ്യണ്ടേ, ലാൻഡ് പ്രിപ്പറേഷൻ, അതാണ് എന്ത് പ്രിപ്പറേറ്ററി ടില്ലേജ്. കൾട്ടിവേഷന് തൊട്ട് മുൻപ് അതിലാണ് എന്തൊക്കെ വരുന്നത്, പ്രൈമറി ടില്ലേജ്, സെക്കൻഡറി ടില്ലേജ് ആൻഡ് ലേ ഔട്ട്. ഇപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, നേരത്തെ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലാൻഡിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പുതിയതായിട്ട് പോയിട്ട് ചെയ്യാണ് ടില്ലേജ്, ഫ്ലോ ചെയ്യാൻ പോവാണ്. അപ്പോ അതിനാണ് നമ്മൾ പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. പ്രൈമറി ടില്ലേജിൽ എന്തൊക്കെയാണ്, ഡീപ് ടില്ലേജ്, സബ്സോയിലിംഗ്, ഇയർ റൗണ്ട് ടില്ലേജ്. ഈ ഒരു 3 വിഭാഗമുണ്ട്. ഡീപ്പ് ടില്ലേജ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ലെങ്ത്, അതായത് ഡീപ്പായിട്ട് പോകും. ടില്ലേജ് ടു ഡീപ്പർ ലേയേഴ്സ്, കാര്യം ഒന്നും അതിൽ ചെയ്തിട്ടില്ലല്ലേ, താഴെ ഏറ്റവും സോയിൽ സർഫസിന് താഴെ വീഡ്സ് ഉണ്ടോ, എന്തെങ്കിലും സ്റ്റബിൾസ് ഉണ്ടോ, ഇതൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീപ്പ് ടില്ലേജ് ചെയ്യുന്നത്. സോയിലിന് പ്രോപ്പർ എയറേഷൻ വേണം. ഡീപ്പായിട്ട് കിടക്കുന്ന ക്ലോക്സ് അതെല്ലാം നേരെ താഴെ ഡീപ്പായിട്ട് പോയിട്ട് ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യും, മുകളിലോട്ട് കൊണ്ടുവരും. സബ്സോയിലിംഗ് എന്താണ്, സബ്സോയിലിംഗ് എന്ന് പറയുമ്പോൾ ഡീപ്പ് ടില്ലേജിന്റെ അത്രയും ഡെപ്തിൽ പോകത്തില്ല. ഡീപ്പ് ടില്ലേജ് പോലെ സബ്സോയിലിംഗ്, അതായത് സബ്സർഫസിലുള്ള സോയില് നേരെ കൊണ്ടുവന്ന് മുകളിലിടും, സബ്സോയിലിംഗ്. ഇയർ റൗണ്ട് ടില്ലേജ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടില്ലേജ്, അതായത് ഒരു വർഷത്തില് ഈ ഒരു ടില്ലേജ് ചെയ്യാത്ത, അതായത് ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ടില്ലേജ്. ഇത് അത്യാവശ്യമാണ്. അതായത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, ഇയർ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഇട്ട് മണ്ണ് ഉഴുതുമറിയാൻ ഇങ്ങനെയായിട്ട് പറ്റത്തില്ല. എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് തന്നെ മണ്ണിന് നമ്മൾ ഒരുപാടിട്ട് എന്താ, ഇപ്പോ കൺസർവേഷൻ ടില്ലേജ് ഒക്കെ ഉണ്ടല്ലേ, ഒരുപാടിട്ട് ടില്ലേജ് ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള വീഡ്സ്, ഇതുപോലെ തന്നെ ലേബർ കൺസംഷൻ, ഫ്യൂവൽ കൺസംഷൻ. അപ്പൊ ഇയർ റൗണ്ട് ടില്ലേജ് എന്താണ്, സ്ലൈറ്റ് ആയിട്ടുള്ള ടില്ലേജ് ആയിരിക്കും. അപ്പോ പ്രൈമറി ടില്ലേജിൽ വരുന്ന 3 ടില്ലേജ് ആണ് അത്. പിന്നെ ഓഫ് സീസണിൽ എന്തൊക്കെയാണ്, പോസ്റ്റ് ഹാർവസ്റ്റ് ടില്ലേജ്, ഫാലോ ടില്ലേജ്, സമ്മർ വിന്ററിലൊക്കെ ഫാലോ, അതായത് റെയിൻഫെഡ് ഏരിയാസിലൊക്കെ എന്താണ് പ്രോപ്പർ ഇറിഗേഷന് പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ഇറിഗേഷൻ നമ്മൾ കൊടുക്കത്തില്ല, റെയിൻഫെഡ് അല്ലേ. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ സമ്മർ ടില്ലേജ്, അതായത് ലെഫ്റ്റ് ഫാലോ, അപ്പം ഫാലോ ആയിട്ട് ഇടാനുള്ള നമ്മൾ ആ റെയിൻഫെഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ടില്ലേജ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നേരത്തെ ടില്ലേജ് ചെയ്ത്
കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അതിനാണ് സമ്മർ ടില്ലേജ് എന്ന് പറയുന്നത്. വിന്റർ ടില്ലേജ് എന്താണ്? വിന്റർ ഫാലോ സീസണില് റൈസ് ഗ്രോയിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന ടില്ലേജ് ആണ് വിന്റർ ടില്ലേജ്. ഇതൊക്കെ ഓഫ് സീസൺ ടില്ലേജ് ആണ്. പോസ്റ്റ് ഹാർവസ്റ്റ് എന്താണ്? ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെ, ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടൻ തന്നെ ക്രോപ്സ് ഒന്നും നടാനില്ലെങ്കിലും വെറുതെ ടില്ല് ചെയ്ത് വെക്കും. അതായത് വീഡ്സോ എന്തെങ്കിലും സ്റ്റബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും പെസ്റ്റ് ആൻഡ് ഡിസീസ് അല്ലെ, ഡിസീസിന്റെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ഒക്കെ കാണും. അപ്പൊ അതൊന്നും അതിന്റെ ഒക്കെ ഗ്രോത്ത് തടയാനായിട്ടാണ് എന്ത് ഓഫ് സീസൺ ടില്ലേജ് ചെയ്യുന്നത്. ഓൺ സീസൺ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പറേറ്ററി ആൻഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ അല്ലെ. അപ്പൊ എന്താണ് ഓൺ സീസൺ ടില്ലേജിൽ എന്തൊക്കെയാണ്? പ്രിപ്പറേറ്ററിൽ വരുമ്പോ പ്രൈമറി ടില്ലേജ് ഓർ പ്ലോയിങ്. അപ്പൊ അതിന്റെ പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ് എന്തൊക്കെയാണ്? കൺട്രി പ്ലോ, ദേശി പ്ലോ, വുഡൻ പ്ലോ, MB പ്ലോ ഓർ ബോർഡ് പ്ലോ, ഡിസ്ക് പ്ലോ. ഓക്കെ, ഇതൊക്കെയാണ് പ്രൈമറി ടില്ലേജ്. അപ്പം ഫസ്റ്റ് ടില്ലേജ് ഓപ്പറേഷൻ ഡൺ ആഫ്റ്റർ ഹാർവസ്റ്റ് ഓഫ് എ ക്രോപ്പ് ബ്രിങ് ദ ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ. ഇപ്പം ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന, അതായത് പ്രീവിയസ് ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ക്രോപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യുന്ന ടില്ലേജ് ആണ് നമ്മൾ പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുപയോഗിച്ച് ഇംപ്ലിമെന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? കൺട്രി പ്ലോ, വുഡൻ പ്ലോ, MB പ്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MB പ്ലോയും ഡിസ്ക് പ്ലോയും. ഇത് ടില്ലേജ് ഇംപ്ലിമെന്റ്സ് നിങ്ങൾ ഫാർമേഷണറി ആൻഡ് പവറിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് രണ്ടും. സെക്കൻഡറി ടില്ലേജ് ലൈറ്റർ ഓർ ഫൈനർ ഓപ്പറേഷൻ ആണ്. എന്തുകൊണ്ടാണ്? പ്രൈമറി ടില്ലേജ് ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോ ജസ്റ്റ് ആ ക്ലോഗിങ് ഒക്കെ വലിയ ക്ലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റ് എന്താ ഫൈൻ ആക്കുക. അതാണ് ഈ ഒരു ടില്ലേജിന്റെ എയിം എന്ന് പറയുന്നത്. ലേ ഔട്ട് എന്താണ്? ലേ ഔട്ട് എന്ന് പറയുന്നത് ഓരോ ക്രോപ്സും നടുന്നത് പല രീതിയിലാണ് അല്ലെ. അമരാന്തസ് ഒക്കെ നമ്മൾ എന്താണ് ട്രെഞ്ച്, ചെറിയ ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടാണ് നടുന്നത്. റൈസിലൊക്കെ ഇറിഗേറ്റഡ് ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് സ്ട്രിപ്സ് ഒക്കെ ഫോം ചെയ്യണം. അപ്പൊ ഈ സ്ട്രിപ്സ് ഒക്കെ ഫോം ചെയ്ത് ഇട്ടിരുന്നെങ്കിലല്ലേ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലാതെ പ്ലാന്റ്സ് നട്ട് ട്രാൻസ്പ്ലാന്റും ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ടില്ലേജ് ചെയ്യാൻ പറ്റുമോ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ? ഇല്ല. അപ്പൊ ഫസ്റ്റ് ലേ ഔട്ട് ചെയ്യണം അല്ലെ. സെക്കൻഡറി ടില്ലേജ് കഴിഞ്ഞ് ലേ ഔട്ട് ചെയ്ത് സീഡ് ബെഡ്, നമ്മുടെ ക്രോപ്പ് എന്താണ്, അതിന്റെ സ്പേസിംഗ് എന്താണ്, അതിനനുസരിച്ചുള്ള ലേ ഔട്ട് ചെയ്യുന്നതിനാണ് ലേ ഔട്ട് ഓഫ് സീഡ് ബെഡ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഓൺ സീസൺ ടില്ലേജിൽ വരുന്നത്. പിന്നെന്താണ് ഓഫ് സീസൺ? നമ്മൾ പറഞ്ഞു സമ്മർ, ക്ലീൻ ടില്ലേജ്, ബ്ലൈൻഡ് ടില്ലേജ്. ബ്ലൈൻഡ് ടില്ലേജ് എന്താണ്? ഇപ്പം അതായത് പ്ലാന്റ്സ് ഇയർലി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഉണ്ട് പ്ലാന്റ്സിന്. അതായത് നമ്മൾ നട്ടു പ്ലാന്റ്, പക്ഷെ അത് പുറത്തോട്ട് വന്നില്ല, അതായത് പൊട്ടി മുളച്ചില്ല. ഇപ്പം വീഡ്സിനെയൊക്കെ ഒന്ന് കളയണം. പക്ഷെ ആ പ്ലാന്റ്സിനെ ഡാമേജ് ചെയ്യാനും പാടില്ല. ആ ഒരു ടില്ലേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലൈൻഡ് ടില്ലേജ്. ഓക്കെ, അത് ഓഫ് സീസൺ ആണ്. എന്തുകൊണ്ടാണ്? സാധാരണ ഓൺ സീസൺ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന് നടുന്നതിന് മുമ്പേ ചെയ്യണം അല്ലെ, എന്നാലേ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ പ്രോപ്പർ എയറേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതെന്താണ്? ഓഫ് സീസൺ ആണ്, നട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്നു. ബ്ലൈൻഡ് ടില്ലേജ്. ഓക്കെ, ഡ്രൈ ടില്ലേജ് എന്താണ്? ഡ്രൈ ടില്ലേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ടില്ലേജിൽ മിനിമം ആ ഒരു സോയിലിന് ഡ്രൈ ലാൻഡ്സിലാണ് ഇത് ചെയ്യുന്നത്. ഡ്രൈ ലാൻഡ് അതായത് പ്രോപ്പർ നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലാണ്. 21 to 23% മോയിസ്റ്റർ കണ്ടന്റ് ഉള്ളിടത്താണ് നമ്മൾ ഈ ഡ്രൈ ടില്ലേജ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡ്രൈ ലാൻഡ്സിൽ വെള്ളം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടില്ലേജ് ചെയ്യുന്നത്. വെറ്റ് ടില്ലേജ് എന്താണ്? വെറ്റ് ലാൻഡ്സിൽ ചെയ്യുന്ന ടില്ലേജ്. നെക്സ്റ്റ് ഇത് തന്നെ പ്രൈമറി സെക്കൻഡറി നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ കുറച്ച് പിക്ചേഴ്സ് ആണ്. പിന്നെന്താണ്? ഡീപ് ടില്ലേജ് സബ്സോയിലിംഗ് ഇയർ റൗണ്ട്. ഇപ്പൊ ഡീപ് ടില്ലേജ് എന്താണ്? ഡീപ്പ് റൂട്ടഡ് ക്രോപ്സിന് വേണ്ടിയിട്ടാണ് ഡീപ്പ് ടില്ലേജ് ചെയ്യുന്നത്. 25 to 30 സെന്റിമീറ്റർ ആണ് ഡീപ്പ് ടില്ലേജിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്.
സബ് സോയിലിംഗ് എന്താണ്? ഹാർഡ് പാൻ എന്ന് പറഞ്ഞാൽ സോയിൽ സർഫസിന് മുകളിലുള്ള ഹാർഡ് ലെയറിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് സബ് സോയിലിലൂടെ. അപ്പൊ ഇത് വൺസ് ഇൻ 5 ഇയേഴ്സിലൊക്കെ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എപ്പോഴും ചെയ്യണ്ട. ടോപ്പ് സോയിൽ ഇങ്ങനെ ഹാർഡനായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇയർ റൗണ്ട് എന്താണ്? ത്രൂ ഔട്ട് ദ ഇയറിൽ നമ്മൾ ചെയ്യുന്നത്. ഡ്രൈ ഫാമിംഗ് കണ്ടീഷനിലാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്രോപ്പ് ഹാർവെസ്റ്റ് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് സോയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇയർ റൗണ്ട് ടില്ലേജ് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു ലാൻഡിൽ ക്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെക്കൻഡറി ടില്ലേജിൽ വരുമ്പോ ഹാരോയിങ് ആൻഡ് പ്ലാങ്കിങ് ആണ് മെയിൻ ആയിട്ടുള്ള ടില്ലേജ് പ്രാക്ടീസസ്. എന്താണ്? ഷാലോ ഡെപ്ത്. സെക്കൻഡറി ടില്ലേജ് എന്താണ്? പ്രൈമറി ടില്ലേജ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്ലോക്സ് ഒന്ന് ഇതാക്കിയാൽ മതി അല്ലെ. അതിനായിട്ട് എന്താണ്? ജസ്റ്റ് ഷാലോ ആയിട്ട്, അതായത് ഒരുപാട് ഡെപ്തിലൊന്നും ചെയ്യേണ്ട, മുകളിലത്തെ ആ ഒരു ക്ലോത്ത്സ് ഒക്കെ ഒന്ന് ഫൈനർ ആക്കിയാൽ മതി. അതിന് ഉപയോഗിക്കുന്ന ഇംപ്ലിമെന്റ്സ് എന്തൊക്കെയാണ്? ഡിസ്ക് ഹാരോസ്, കൾട്ടിവേറ്റേഴ്സ്, ബ്ലേഡ് ഹാരോസ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പ്ലാങ്കിങ് എന്താണ്? ആ ഹാർഡ് ക്ലോത്ത്സിനെ ക്രഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹാരോയിങ് എന്ന് പറയുമ്പോൾ ആ ഒരു അപ്രൂട്ട്, വീഡ് ആൻഡ് സ്റ്റബിൾസ്, അതാണ് ഹാരോയിങ് ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പ്ലാങ്കിങ് ചെയ്യുന്നത് മെയിനായിട്ടും ആ സോയിലിനെ ക്ലോത്ത് ചെയ്യും. രണ്ടിന്റെ മെയിൻ എന്ന് പറഞ്ഞ ക്ലോത്ത്സും വീഡ്സും റിമൂവ് ചെയ്യാനാണ്. ഹാരോയിൽ ഫസ്റ്റ് വീഡ്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പ്ലാങ്കിങ്ങിൽ എന്താണ്? സോയില്, ക്ലോത്ത്സ് എല്ലാം ഫൈൻ ആക്കും. നെക്സ്റ്റ് ആഫ്റ്റർ കൾട്ടിവേഷൻ ഓർ ഇന്റർ ടില്ലേജ്. ആഫ്റ്റർ കൾട്ടിവേഷൻ അല്ലെ, കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ ഇതിനെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹാരോയിങ്, ഹോയിങ്, വീഡിങ്, എർത്തിങ് അപ്പ്, ഡ്രില്ലിംഗ് ഓർ സൈഡ് ഡ്രസ്സിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെയാണ്. സ്പെയ്ഡ്, ഹോ, വീഡേഴ്സ്, ഇതൊക്കെയാണ് കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആഫ്റ്റർ കൾട്ടിവേഷന് കുറച്ച് പ്രാക്ടീസസ് ഉണ്ട്. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ എന്താണ് ഓർത്ത് വെക്കുക. റോഗിങ് എന്താണ്? റിമൂവൽ ഓഫ് അൺവാണ്ടഡ് പ്ലാന്റ്സ് അല്ലെ, ഡിസീസ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വെറൈറ്റി, നമുക്ക് ആവശ്യമില്ലാത്ത വെറൈറ്റി, ഇതൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ റിമൂവലിനെയാണ് റോഗിങ്. ഇത് ആഫ്റ്റർ കൾട്ടിവേഷൻ ടില്ലേജ് ആണ്. ക്രോപ്പിംഗ് എന്താണ്? ഈ ഷുഗർ കെയിനിലൊക്കെ വാട്ടർ ലോഗിങ് കണ്ടീഷനിലൊക്കെ ഇത് എന്താണ്? ഈ കെയിൻ ലോഡ്ജിങ്, അതായത് ഇത് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടി ലീവ്സ് തമ്മിൽ, താഴത്തെ ഗ്രീൻ ലീവ്സ് തമ്മിൽ കെട്ടിവെക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? ടൈയിങ് ഓഫ് ലീവ്സ് ടുഗദർ. ഇതിനെയാണ് പ്രോപ്പിംഗ് എന്ന് പറയുന്നത്. ടോപ്പിംഗ്. നെക്സ്റ്റ് ടോപ്പിംഗ് എന്താണ്? ടെർമിനൽ ബഡ്സ്, അതായത് പ്ലാന്റ്സിന്റെ മുകളില് ടെർമിനൽ ആയിട്ടുള്ള ഏറ്റവും മുകളിലെ ബഡ്സിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതിന്റെ ബ്രാഞ്ചസും ലീവ്സും ഒക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ. ബഡ് എന്ന് പറയുമ്പോൾ ബഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ മുകളിലോട്ടായിരിക്കും ഗ്രോത്ത് വരിക, സൈഡ് ഗ്രോത്ത് കുറവായിരിക്കും. പക്ഷെ നമുക്ക് അതിന്റെ ലീവ്സ് പാർട്ടാണ് എക്കണോമിക് അതിന്റെ പാർട്ട് എന്നുണ്ടെങ്കിൽ, ടൊബാക്കോ പോലെ അല്ലെ, ടൊബാക്കോയുടെ ലീവ്സ് അല്ലേ, ലീവ്സ് ആണ് അതിന്റെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ബഡ് കട്ട് ചെയ്ത് വിടും, ടോപ്പിംഗ്. അപ്പൊ അത് ചെയ്താൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടി നമുക്ക് ആ ഒരു പോർഷൻ കൂടുതലായിട്ട് ഗ്രോത്ത് വന്നാൽ നമുക്ക് അത് കിട്ടത്തുള്ളൂ. പിന്നെന്താണ്? ഡീട്രാഷിംഗ്, റിമൂവൽ ഓഫ് ഓൾഡർ ലീവ്സ് ഫ്രം ദ ഷുഗർ കെയിൻ ക്രോപ്സ്. ഡീട്രാഷിംഗ് അല്ലെ, പഴയ ലീവ്സ് ഒക്കെ ഷുഗർ കെയിനിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്. ഡീസക്കറിങ് എന്താണ്? നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ക്രോപ്സിന്റെ പാർട്സ്, അതായത് ഇപ്പം സക്കേഴ്സ് അല്ലെ, സക്കേഴ്സിനെ റിമൂവ് ചെയ്ത് കളയുക. അതായത് ഇപ്പൊ ബനാന വന്നു, ബനാന നമ്മൾ പറയുമ്പോൾ അതിന്റെ റൈസോമിൽ നിന്ന് ന്യൂ സക്കേഴ്സ് വരും, പുതിയ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വരും. അപ്പൊ ആ ഒരു പുതിയ സക്കേഴ്സിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം അണ്ടിൽ എ പീരീഡ്. അതായത് ഇതിന്റെ ആ പുതിയ നമ്മുടെ ആ ഫ്രൂട്ടിംഗ് പോർഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതുവരെ ഈ ഒരു സക്കേഴ്സിന്റെ ഗ്രോത്ത് നമ്മൾ തടയണം. ഇല്ലെങ്കിൽ ഈ ആ മെയിൻ പ്ലാന്റിന്റെ ഈൽഡിനെ ആ സക്കേഴ്സിന്റെ ഗ്രോത്ത് അതിന് ദോഷമാണ് മെയിൻ പ്ലാന്റിന്. അതുകൊണ്ടാണ് ഡീസക്കറിങ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലേ ഔട്ട് ഓഫ് സീഡ് ബെഡ്. നമ്മൾ പറഞ്ഞു എന്താണ്? ഓരോന്നിനും ഓരോ ലേ ഔട്ട് ചെയ്യണം. സോയാബീന് ചെയ്യുന്നതായിരിക്കത്തില്ല പേൾ മില്ലിന് ചെയ്യുന്നത്, വീറ്റിന് ചെയ്തതായിരിക്കത്തില്ല കാസ്റ്ററിന് ചെയ്യുന്നത്. ഇപ്പൊ മെയ്സിനും ഷുഗർ കെയിൻ ആണെങ്കിൽ എന്താണ്? ഫറോസ് ആൻഡ് ട്രെഞ്ചസ് ആണ് ഷുഗർ കെയിൻ. അപ്പം ആ ഒരു ലേ ഔട്ട്, ഓരോ പ്ലാന്റിനും വേണ്ട ലേ ഔട്ടിനനുസരിച്ചിട്ടുള്ള ടില്ലേജ് ചെയ്യുക അല്ലെ, ലേ ഔട്ട് ഉണ്ടാക്കുക. ഇപ്പം ബോർഡർ സ്ട്രിപ്പ് ആണെങ്കിൽ ബോർഡറും സ്ട്രിപ്പും ഉണ്ടാക്കണം.
ഫറോ ആൻഡ് ട്രെഞ്ചസ് ഉണ്ടാക്കണം, ടൊമാറ്റോ ചില്ലി അല്ലെ, അതിനൊക്കെ എന്താണ് ഈക്വൽ റോ സ്പേസിങ്ങും കോളം സ്പേസിങ്ങും വേണം. അപ്പൊ ഇതൊക്കെ ലേ ഔട്ട് ആണ്. ഓക്കെ, ലേ ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്? ലെവലിംഗ് ബോർഡ്, ബക്ക് സ്ക്രാപ്പേഴ്സ്, ഇതൊക്കെയാണ് എന്താണ് ലേ ഔട്ട് ഓഫ് സീഡ് ബെഡിന്റെ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ടില്ലേജ് ആണ്. സബ്സോയിലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാറ്റ് പാനിന്റെ എന്താണ് ഇൻവേർഷൻ ആണ്. ക്ലീൻ ടില്ലേജ് എന്താണ്? ക്ലീൻ ടില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ടില്ലേജ് പ്ലോ ചെയ്യാൻ പോവാണ്. അവിടുത്തെ നിലവിലുള്ള പ്ലാന്റ്സിനെ ഒന്നും തന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെ ഒരു ടില്ലേജിനെയാണ് ക്ലീൻ ടില്ലേജ് എന്ന് പറയുന്നത്. ലിവിങ് പ്ലാന്റിനെ ഒന്നും തന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഓക്കെ, ക്ലീൻ ടില്ലേജ്. ബ്ലൈൻഡ് ടില്ലേജ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പൊട്ടി മുളയ്ക്കുന്നതിന് മുമ്പത്തെ സ്റ്റേജിൽ വീഡ് റിമൂവലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഡ്രൈ ടില്ലേജ്, ഡ്രൈ ലാൻഡ്സ് കണ്ടീഷൻ. വെറ്റ് ടില്ലേജ് ഓർ പുഡ്ലിംഗ് അല്ലെ, സ്റ്റാൻഡിങ് വാട്ടർ, ആ ഒരു ടൈമിൽ ചെയ്യുന്നതാണ് വെറ്റ് ടില്ലേജ്. റെഡ്യൂസ്ഡ് ടില്ല് എന്താണ്? കൺവെൻഷണൽ ടില്ലേജ് ആണ്. അത് കൺസർവേഷൻ ടില്ലേജ്, അതായത് നമ്മൾ അത് പറയുന്നുണ്ട് കൺസർവേഷൻ ടില്ലേജ്. കൺസർവേഷൻ ടില്ലേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ടില്ലേജിന്റെ റെഡ്യൂസ് ചെയ്യുക, പരമാവധി ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കുക, പ്ലാന്റ്സിനുള്ള ഡിസ്റ്റർബൻസ്, സോയിലിനുള്ള ഡിസ്റ്റർബൻസ് കുറച്ചുകൊണ്ടുള്ള ടില്ലേജ്. അപ്പൊ അതിൽ വരുന്നതാണ് സീറോ ടില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസർവേഷൻ ടില്ലേജ് എന്താണ്? അപ്പൊ കൺസർവേഷൻ ടില്ലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടില്ലേജ് കുറയ്ക്കുക. അതായത് കൺവെൻഷണൽ ടില്ലേജ് എന്താണ്? നേരെ ഡീപ്പ് സോയിലിന്റെ ആ ഒരു പ്രൊഫൈലിൽ പോയിട്ട് നേരെ മണ്ണ് മുകളിൽ കൊണ്ടിടും. പക്ഷെ എന്താണ് കൺസർവേഷൻ ടില്ലേജിൽ ന്യൂട്രിയന്റിന്റെ ആ ഒരു പാർട്ട്, ആ ഒരു കൂടുതലായിട്ട് കാണുന്ന പാർട്ട് വളരെ ഡെപ്ത് കുറച്ചിട്ട് വളരെ സോയിലിന്റെ ആ ഒരു മുകളിലത്തെ പാർട്ടിനെ വളരെ ഡിസ്റ്റർബ് ചെയ്യാതെയുള്ള ടില്ലേജിനെയാണ് എന്ത് കൺസർവേഷൻ ടില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, 30% ഓഫ് ദ സോയിൽ ഈസ് ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. അപ്പം ഇതിനെ മോഡേൺ ടില്ലേജ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടൈപ്പ് ഓഫ് കൺസർവേഷൻ ടില്ലേജ് എന്തൊക്കെയാണ്? സീറോ ടില്ലേജ്, തീരെ ടില്ലേജ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതായത് ഒരു നേരത്തെ പ്ലാന്റ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ പ്രത്യേകിച്ച് എന്താ ഒന്നും പുതിയ ടില്ലേജ് ഒന്നും ചെയ്തിട്ടില്ല. അതിനെയാണ് എന്താണ് സീറോ ടില്ലേജ് എന്ന് പറയുന്നത്. മിനിമം ടില്ലേജ് എന്താണ്? ചില ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പൊ കമ്പൈനിങ് അഗ്രികൾച്ചറൽ പ്രാക്ടീസും നമ്മുടെ ടില്ലേജ് പ്രാക്ടീസും കമ്പൈൻ ചെയ്തിട്ടുള്ള മെത്തേഡ്സ്. സീഡ് ഡ്രിൽസ്, ഇപ്പം സീഡ് ആപ്ലിക്കേഷൻ, സീഡും ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനും ഒന്നിച്ച് നടത്തുക. അപ്പൊ ആ ഒരു എക്യുപ്മെന്റ്, ആ ഒരു ട്രാക്ടർ പോകുന്നതിന്റെ കൂടെ തന്നെ ടില്ലേജും കൂടെ നടക്കും. അപ്പൊ എന്താണ് മിനിമം ടില്ലേജ് ആണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് ട്രാക്ടർ ഇട്ട് ഓടിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂവൽ കൺസംഷൻ അല്ലെ കുറയ്ക്കാം, ലേബർ റിക്വയർമെന്റ് കുറയ്ക്കാം, ഒരുപാട് മണ്ണിന് ഒരുപാട് ഡിസ്റ്റർബൻസ് കുറയ്ക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് മിനിമം ടില്ലേജ് എന്ന് പറയുന്നത്. സ്റ്റബിൾ മൾച്ച് ടില്ലേജ് എന്താണ്? ഈ സ്റ്റബിൾ മൾച്ച് എന്ന് പറയുന്നത് നേരത്തെ കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്പിന്റെയോ വീടിന്റെയോ ഒക്കെ വേസ്റ്റ് ഈ ഒരു മണ്ണിൽ കാണും. അപ്പൊ അതിനെയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള, അതിനെ മാത്രം റിമൂവ് ചെയ്യാം, അതിനെയാണ് എന്ത് സ്റ്റബിൾ മൾച്ച് ടില്ല്. ഈ പേരിൽ തന്നെ ഉണ്ട് റോട്ടറി. എന്താണ് റൊട്ടേഷൻ? റോട്ടറി ടില്ലർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് റോട്ടറി ടില്ലേജ്. റൊട്ടേഷൻ ഓഫ് ദ, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മുകളിൽ പിക്ചർ കാണാം, കണ്ടോ? ട്രാക്ടറിലെ ആ ഒരു റൊട്ടേഷൻ ആണ് ആ ഒരു ഇംപ്ലിമെന്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ സ്ട്രിപ്പ് ടില്ലേജ്, സ്ട്രിപ്പ് ഫോർമേഷൻ, രണ്ടാമത്തെ പടം കണ്ടോ? സ്ട്രിപ്പ് ഫോം ചെയ്ത് പോകുന്നത് കണ്ടോ? പിന്നെ റോസ് ഓൺ ടില്ലേജ്. ഓക്കെ, റോ ഫോം ചെയ്ത് പോവുക. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. പ്ലോ പ്ലാന്റ് ടില്ലേജ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് കൂടെ ആ ഒരു ട്രാക്ടറിന്റെ കൂടെ ഉപയോഗിക്കുക. അതായത് പൾവറൈസേഷൻ നടക്കും, ലൂസനിങ് ഓഫ് സോയിലും അതിന്റെ കൂടെ തന്നെ പ്ലാന്റ് ചെയ്ത് സോ ചെയ്ത് പോകും ഒരുമിച്ച്. അത് രണ്ടും ആ ഒരു മോട്ടർ, ആ ഒരു ട്രാക്ടറിൽ മോട്ടർ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലാക്കി വെച്ചിട്ട് ഇത് അങ്ങ് വിടും. അപ്പൊ എന്താണ് ടില്ലേജ് നടക്കും, സോ ചെയ്ത് പോകും. പിന്നെ വീൽ ട്രാക്ക് ടില്ലേജ്.
ഓക്കെ, അപ്പം ട്രാക്ടർ സോയിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും, പ്ലോയിങ്ങും. ഇതും അത് തന്നെയാണ്, സെയിം തന്നെയാണ്. വീൽ ട്രാക്ക്, പ്ലോ പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലോ ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുക. വീൽ ട്രാക്ക് എന്ന് പറയുമ്പോൾ വീല് പോലെ ഇങ്ങനെ വന്നിട്ട് പൾവറൈസും ചെയ്യും, സോ ചെയ്ത് പോകും. വലിയ ഡിഫറൻസ് ഒന്നുമില്ല രണ്ടും തമ്മിൽ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓൺ ടില്ലേജ്. അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് ടില്ലേജിന്റെ ഡെപ്ത്. ഷാലോ, മീഡിയം, ഡീപ്പ് വരുമ്പോൾ ഷാലോ എന്താണ് 5 to 6 സെന്റിമീറ്ററിനെയാണ് നമ്മൾ ഷാലോ ടില്ലേജ് എന്ന് പറയുന്നത്. മീഡിയം എന്താണ് 15 to 20 സെന്റിമീറ്റർ. ഓക്കെ, ഒരു കൈപ്പത്തി, നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമാണ് 15 to 20 സെന്റിമീറ്റർ മീഡിയം. ഓക്കെ, അത്രയും ഡെപ്തിൽ താഴോട്ട് സോയിൽ ടില്ല് ചെയ്യുക. ഡീപ്പ് എന്താണ് 25 to 30. ന്യൂട്രിയൻസ് ഒക്കെ ഏറ്റവും നല്ല ഡെപ്തിലാണ്. ആ ഒരു ന്യൂട്രിയൻസിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള എന്താണ് അത് ഡീപ്പ് റൂട്ടഡ് ക്രോപ്സിന്റെ കേസിൽ നമുക്ക് ഡീപ്പ് ടില്ലേജ് വേണ്ടി വരും. പക്ഷെ കൺസർവേഷൻ ടില്ലേജ് എന്താണ് പറയുന്നത്? ഡീപ്പ് ടില്ലേജിന് പോവണ്ട എന്നുള്ള ഇതാണ് കൺസർവേഷൻ ടില്ലേജ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒപ്റ്റിമം സോയിൽ മോയ്സ്ചർ കണ്ടന്റ് ഫോർ ടില്ലേജ് എന്ന് പറയുന്നത് 60% ഫീൽഡ് കപ്പാസിറ്റി. അതായത് ഫീൽഡ് കപ്പാസിറ്റി, ഒരു പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അപ്പർ ലിമിറ്റ് ഓഫ് വാട്ടർ ആണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഫീൽഡ് കപ്പാസിറ്റിയുടെ 60% ഉള്ള സോയിലിൽ മാത്രമേ ടില്ലേജ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ടില്ലേജിന്റെ ഒരു ടില്ലേജ് 60% താഴെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മൾ ഇറിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ടില്ലേജ് ചെയ്തുകൊണ്ട് യൂസ് ഉള്ളൂ. അല്ലെങ്കിൽ ന്യൂട്രിയൻസ് സോയിലിൽ നേരെ നിൽക്കില്ല. ഓക്കെ, പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ഒപ്റ്റിമം ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് നമുക്ക് നോക്കി പോവാം. ഇപ്പൊ ഫൈനൽ കണ്ടീഷൻ ഓഫ് സോയിൽസ് ആഫ്റ്റർ ടില്ലേജ് ഹാവ് ബീൻ പെർഫോംഡ്. എന്താണ് ആൻസർ? പെട്ടെന്ന് പറയാട്ടോ. ടിൽത്ത്. ഓക്കെ, സ്ക്രീന് മാറി പോകുന്നുണ്ട് കേട്ടോ. ക്ലീൻ ടിൽഡ് ക്രോപ്സ് എന്താണ്? പ്രൊട്ടക്ട് ഇറോഷൻ ആണോ, റിട്ടാർഡ് ഇറോഷൻ ആണോ, എൻകറേജ് ഇറോഷൻ ആണോ? ക്ലീൻ ടില്ലേജ് എന്താണ്? ക്ലീൻ ടില്ലേജ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ വീഡ്സിനെ ഒന്നും തന്നെ, ലിവിങ് പാർട്ടിനെ ഒന്നും തന്നെ നമ്മൾ റിമൂവ്. എന്തോ? പ്രൊട്ടക്ട് ഇറോഷൻ അല്ലേ? ഓക്കെ, അത് എൻകറേജ് എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ക്ലീൻ ടിൽഡ് കോപ്പ് ശരിക്കും പ്രൊട്ടക്ട് ഇറോഷൻ ആണല്ലോ വരേണ്ടത്. ഓക്കെ, അത് പ്രൊട്ടക്ട് തന്നെയാണ് കേട്ടോ, അത് മാറിപ്പോയതാണ്. ഡാഷ് ഈസ് ദ മെക്കാനിക്കൽ മാനിപ്പുലേഷൻ ഓഫ് സോയിൽ. എന്താണ്? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ ഉത്തരം. ഓക്കെ, yield components ഓഫ് വീറ്റ് എന്തൊക്കെയാണ്? ലാസ്റ്റ് വൺ അല്ലേ? ടില്ലർ, സ്പൈക്ക്, ടെസ്റ്റ് വെയിറ്റ് എന്തായാലും ഉണ്ട് കേട്ടോ. ടില്ലർ ഇൻറ്റു സ്പൈക്ക് ഇൻറ്റു ടെസ്റ്റ് വെയിറ്റ്. ഡാഷ് ഈസ് നോൺ ആസ് കിങ് ഓഫ് ഓർഡർ. എന്താണ്? ബെർസീം ആണ് കേട്ടോ. ബെർസീം ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഓർഡർ. ഓക്കെ, സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ് ഇതിൽ ഏതാണ്? സബ്സോയിലർ, ബോൾഡ് പ്ലോ, ഡിസ്ക് പ്ലോ, കൾട്ടിവേറ്റർ. ഇതിലേതാണ് സെക്കൻഡറി ഇംപ്ലിമെന്റ്? കൾട്ടിവേറ്റർ. യെസ്. ഓക്കെ, ഇതൊരു മനക്കണക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഹാർവസ്റ്റ് ഇൻഡെക്സ് 0.4 ആണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ, അതായത് എത്ര പെർസെന്റേജ് ആയിരിക്കും അതിന്റെ ടോട്ടൽ ബയോമാസ് എന്നാണ് ചോദിക്കുന്നത്. എക്കണോമിക് ഈൽഡ് എന്ന് പറയുന്നത് ബയോ ഈൽഡിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും എന്നാണ്. എത്രയായിരിക്കും? 40% അല്ലേ? 0.4 അല്ലേ? 40%. 40/100 ഇൻറ്റു അല്ലേ? 40/100 ഇൻറ്റു 100 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. 0.4. വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ സോയിൽ മോയ്സ്ചർ പെർസെന്റേജ് റേഞ്ച് ഫോർ ഡ്രൈ ടില്ലേജ്? ഡ്രൈ ടില്ലേജ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 21 to 23%.
ഡ്രൈ ടില്ലേജിൽ പോയി നോക്കാം കേട്ടോ, അതിലുണ്ട്. ഹാർവസ്റ്റ് ഇൻഡെക്സ് ഓഫ് റൈസ് ഞാൻ പറഞ്ഞായിരുന്നു, എത്രയായിരുന്നു? 0.5. യെസ് കറക്റ്റ്. പൾസ് എത്രയാണ് അതും പറഞ്ഞു. 0.3. 3. യെസ്. സ്പേസിംഗ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ റൈസ് ക്രോപ്പ് പറ. 15 × 10. 20 ആണോ? 20 മീഡിയം ഡ്യൂറേഷൻ അല്ലേടാ? ഷോർട്ട് ഡ്യൂറേഷൻ അല്ലേ? 3 വിരിപ്പിലും മുണ്ടകനിലും പുഞ്ചയിലും ചേഞ്ച് ആവാത്തത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. 15 × 10. ബാക്കി 20 × 15 ഏതാ? ഫസ്റ്റില്. പിന്നെ ബാക്കി 2 20 × 10 അങ്ങനല്ലേ? മീഡിയം. ഇത് ഷോർട്ട്. 15 × 10 ആട്ടോ. നെക്സ്റ്റ് സ്പേസിംഗ് ഇൻ മെയ്സ് 60/25. 60 × 23 ആട്ടോ. അത് ആ ഒരു ടേബിളിൽ പോയി നോക്കിയേ. 60 × 23 കേട്ടോ. ആ POP നോക്കാം, അല്ലെങ്കിൽ ഞാൻ ആ തന്ന ടേബിളിൽ നോക്കാം. റാഗിയുടെ സ്പേസിംഗ് 25 × 15 ആണ്. അത് ജസ്റ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇട്ടതാട്ടോ റാഗി സ്പേസിങ്. പിന്നെ പ്രിപ്പറേറ്ററി ടില്ലേജ് വേണ്ട ക്രോപ്സ് എന്തൊക്കെയാ, ഏതാണ് എന്നുള്ളതാണ്. എയറബിൾ ക്രോപ്സ് ആണ് കേട്ടോ അതിന്റെ ഉത്തരം. എയറബിൾ ക്രോപ്സിന് പ്രിപ്പറേറ്ററി ടില്ലേജ് നിർബന്ധമായിട്ടും വേണം. ജപ്പാനീസ് മസ്റ്റാർഡ് ഇൻ ബർസിം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? നേഴ്സ്, ഓഗ്മെന്റിങ്, കമ്പാനിയൻ ക്രോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് വരുന്ന ടോപ്പിക്കാണ്. ജസ്റ്റ് ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തതാ, പ്രീവിയസ് ഇയർ ആയതുകൊണ്ട്. ഓഗ്മെന്റിംഗ് ക്രോപ്സ് ആണ്. ജപ്പാനീസ് മസ്റ്റാർഡ് ഇൻ ബർസീം ഓഗ്മെന്റിംഗ് ക്രോപ്സ്. ഓക്കെ, ഓഗ്മെന്റിംഗ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റിംഗ് എന്നാണ് അതിന്റെ ഒരു മീനിങ്. ക്യാച്ച് ക്രോപ്പ് ഏതാണ് ഇതില്? ക്യാച്ച് ക്രോപ്പ് ഈസ് ഓൾസോ നോൺ ആസ് എമർജൻസി ക്രോപ്പ് ആണ്. എമർജൻസി ക്രോപ്പ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആകട്ടോ. നെക്സ്റ്റ് കോൾ വേർഡ് ഇൻ കോൾ ക്രോപ്പ്. കോൾ ക്രോപ്സിന്റെ കോൾ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് ഏത് വേർഡ് എന്നാണ് ക്വസ്റ്റ്യൻ. കോൾ ക്രോപ്സ്. കോൾ ക്രോപ്സ് ഏതാണ്? കോൾ ക്രോപ്സ് കോളിഫ്ലവർ ഒക്കെ അല്ലെ? അതിന്റെ കോൾ വേർട്ട് എന്നാണ് കേട്ടോ. കോൾ വേർട്ട് എന്നാണ് കോൾ എന്ന ആ ഒരു വേർഡ് വന്നിരിക്കുന്നത്. ജോവർ ഇൻ പി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? നേഴ്സ് ക്രോപ്പ് ആണ്. പിന്നെ ഡീകോയ് ക്രോപ്പ് ഈസ് അനദർ നെയിം ഓഫ് ട്രാപ്പ് ക്രോപ്പ് ആണ്. ഇതെല്ലാം ടൈപ്സ് ഓഫ് ക്രോപ്പ്, അലി ക്രോപ്സ്, ട്രാപ്പ് ക്രോപ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബയോ ഫെർട്ടിലൈസർ ഫോർ സോയാബീൻ ക്രോപ്പ്? സോയാബീൻ ക്രോപ്പില് നമ്മൾ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് റൈസോബിയം ആണ്. റൈസോബിയം സോയാബീൻ ക്രോപ്പിലെ ബയോ ഫെർട്ടിലൈസർ. ഓക്കെ, ടെറിഡോഫൈറ്റ് ഒരു ഹോസ്റ്റ്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫേൺസിനെ ഹോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ ഏതാണ്? അനബീനയാണ്. അനബീന. അപ്പം നമ്മള് മറ്റേ പറഞ്ഞ എന്താണ്? റൈസോബിയം ഈസ് എ ബയോ ഫെർട്ടിലൈസർ യൂസ്ഡ് ഇൻ എന്താണ്? സോയാബീൻ അല്ലെ? അതേപോലെ തന്നെ ടെറിഡോഫൈറ്റില് ഹോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോ ഫെർട്ടിലൈസർ എന്താണ്? അനബീന. ഓക്കെ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.